Morning. 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 Good morning, Miss. Morning. Good morning. Good morning. Good morning. 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 Good morning, ma'am. Morning. എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖമല്ലേ? സുഖമാണോ എല്ലാവർക്കും? ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞല്ലോ അവരുടെ? ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണോ ക്ലാസ്സിൽ കയറിയിരിക്കുന്നത്? കുറച്ച് കുട്ടികളും കൂടി ക്ലാസ്സിൽ കയറട്ടെ കേട്ടോ, എന്നിട്ട് സ്റ്റാർട്ട് ചെയ്യാം. കഴിച്ചോളൂ, സുഖമാണ്. എങ്ങനെയുണ്ടായിരുന്നു കഴിഞ്ഞ വീക്സിലെ ക്ലാസ്സുകളൊക്കെ? ഓക്കെ ആണോ നിങ്ങള്? ഓക്കെ, ശരി. മോക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റിയോ? ക്ലാസ്സില് തന്നിരുന്ന മോക്ക് ടെസ്റ്റ് ചെയ്തിരുന്നോ? നിങ്ങൾ എല്ലാവരും റേഞ്ച് ഉള്ളിടത്തിരിക്കണേ. കാണാൻ എല്ലാവർക്കും പറ്റുന്നില്ലേ? കാണാൻ പറ്റുന്നില്ലേ? ഓക്കെ. മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്തില്ലേ നിങ്ങൾ? അപ്പൊ അതേപോലെയൊക്കെ തന്നെയാണ് നമ്മുടെ എക്സാമും വരുന്നത്. നമ്മുടെ മോക്ക് ടെസ്റ്റിന് ഒരു 5 ക്വസ്റ്റ്യൻ ആണെങ്കിൽ എക്സാമിന് 60 ക്വസ്റ്റ്യൻ 100 ക്വസ്റ്റ്യൻ അത്ര വ്യത്യാസം ഉണ്ടാവും കേട്ടോ. ഓക്കെ, ഫോർമാറ്റ് അതേപോലെ തന്നെ ഒബ്ജക്റ്റീവ് ടൈപ്സ് ആണ് കേട്ടോ. ശരി. ഗുഡ് മോർണിംഗ് ടു ഓൾ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് സ്റ്റാർട്ട് ചെയ്തായിരുന്നു.
എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞ ക്ലാസ്സിലെ? ലൊക്കേഷൻ പറഞ്ഞു, ഡിസൈൻ പറഞ്ഞു, മേജർ സ്പേസസ് പറഞ്ഞു അല്ലെ? അതിലെ ഫങ്ഷണൽ ഏരിയാസില് റീസസിറ്റേഷൻ ഏരിയ വരെ പറഞ്ഞു അല്ലെ? ആണോ? യെസ്. നെക്സ്റ്റ് വരുന്നത് എന്താണ്? അക്യൂട്ട് ട്രീറ്റ്മെന്റ് ഏരിയ. അക്യൂട്ട് ട്രീറ്റ്മെന്റ് ഏരിയ. സൗണ്ട് ഒട്ടുമില്ലേ? സൗണ്ട് ഒട്ടുമില്ല. ആർക്കും കേൾക്കാൻ പറ്റുന്നില്ലേ? ഉണ്ടല്ലോ. നിങ്ങൾ ഇരിക്കുന്നിടത്ത് റേഞ്ച് ഉണ്ടോന്ന് ശ്രദ്ധിക്കണേ. ഇവിടെ ഓക്കെയാണോ? നമ്മുടെ ഇവിടെ ഓഫീസിന് ഒരു പ്രശ്നമില്ല. അത് ഓരോരുത്തരുടെ സ്ഥല പ്ലേസിലെ റേഞ്ചിന്റെ പ്രശ്നമായിരിക്കും കേട്ടോ. ഓക്കെ. ഇപ്പൊ ശബ്ദം ക്ലിയർ ആണോ? ഓക്കെ. ശരി. നെക്സ്റ്റ് ഫങ്ഷണൽ ഏരിയാസ് വരുന്നത് ഏതാണ്? അക്യൂട്ട് ട്രീറ്റ്മെന്റ് ഏരിയ ഓഫ് നോൺ ആംബുലന്റ് പേഷ്യൻസ്. ഓക്കെ. അക്യൂട്ട് ട്രീറ്റ്മെന്റ് ഏരിയ എന്ന് പറയുന്നത് എങ്ങനെയുള്ള ട്രീറ്റ്മെന്റ് ഏരിയാസ് ആയിരിക്കും? അക്യൂട്ട് ട്രീറ്റ്മെന്റ് ഏരിയ എന്ന് പറയുന്നത് എങ്ങനെയുള്ള ഏരിയാസ് ആയിരിക്കും? എങ്ങനെയുള്ള കെയർ കൊടുക്കുന്നതാണ്? ഷോർട്ട് ടേം കെയർ കൊടുക്കുന്ന അല്ലെ? പേഷ്യൻസിന് ഷോർട്ട് ടേം കെയർ ആൻഡ് സ്റ്റെബിലൈസേഷൻ കൊടുക്കുന്ന ഏരിയ ആണ് എന്ത്? അക്യൂട്ട് ട്രീറ്റ്മെന്റ് ഏരിയ എന്ന് പറയുന്നത്. ഇപ്പൊ നോൺ ആംബുലന്റ് പേഷ്യൻസ് എന്ന് പറയുന്ന ആരാണ്? നോൺ ആംബുലന്റ് പേഷ്യൻസ് എന്ന് പറയുന്നത് ആംബുലൻസിൽ വരുന്ന പേഷ്യൻസ് ആണോ അല്ലെങ്കിൽ നടന്നു വരുന്ന പേഷ്യൻസ് ആണോ? ഇങ്ങനെയുള്ള പേഷ്യൻസ് ആണ് നോൺ ആംബുലന്റ് പേഷ്യൻസ് എന്ന് പറയുന്നത്. നോൺ ആംബുലന്റ് പേഷ്യൻസ് എന്ന് പറയുന്നത് എങ്ങനെയുള്ള പേഷ്യൻസ് ആയിരിക്കും? സിമ്പിളല്ലേ? നമുക്ക് ആലോചിച്ചാൽ തന്നെ കിട്ടുമല്ലോ. ഇങ്ങനെയുള്ള പേഷ്യൻസ് ആണ്. പറയൂ. യെസ്. ക്രിട്ടിക്കൽ സിറ്റുവേഷൻസ് ഒന്നും അല്ലാതെ നോർമൽ ആയിട്ട് വരുന്ന പേഷ്യൻസ് ആണ് അല്ലെ? ഓക്കെ. അപ്പൊ ഇവിടെ അക്യൂട്ട് ട്രീറ്റ്മെന്റ് ഏരിയ എന്ന് പറയുന്നത് എന്താണ്? ഷോർട്ട് ടേം കെയർ ആൻഡ് സ്റ്റെബിലൈസേഷൻ പേഷ്യൻസിന് കൊടുക്കുന്ന ഏരിയ ആണ് എന്ത്? അക്യൂട്ട് ട്രീറ്റ്മെന്റ് ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ. നെക്സ്റ്റ് ഫങ്ഷണൽ ഏരിയ എന്ന് പറയുന്നത് കൺസൾട്ടേഷൻ ഏരിയ ആണ്. കൺസൾട്ടേഷൻ ഏരിയ. കൺസൾട്ടേഷൻ ഏരിയ എന്ന് പറയുന്നത് എന്താണ്? കൺസൾട്ടേഷൻ ഏരിയ എന്താണ് പ്രധാനമായും അവിടെ നടക്കുന്നത്? വരുന്ന പേഷ്യൻസിനെ ഡോക്ടേഴ്സ് കൺസൾട്ട് ചെയ്യുന്നതാണ്. ഞാനൊരു കാര്യം ചോദിക്കുന്നത്, നമ്മുടെ എമർജൻസി ഡിപ്പാർട്ട്മെന്റ്സിൽ ഡോക്ടേഴ്സ് എങ്ങനെയുള്ള ഡോക്ടേഴ്സ് ആയിരിക്കും ഇവിടെ ഉണ്ടായിരിക്കുക? എങ്ങനെയുള്ള ഡോക്ടേഴ്സ് ആയിരിക്കും? സ്കിൽഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ആയിരിക്കും അല്ലെ? അതായത് എമർജൻസി മെഡിക്കേഷൻ എന്ന് പറയുമ്പോൾ ഏകദേശം MD കഴിഞ്ഞ ഡോക്ടേഴ്സ് ആയിരിക്കുള്ളൂ നമ്മുടെ കാഷ്വാലിറ്റിയിൽ ഉണ്ടായിരിക്കുക. ഓക്കെ. അതായത് MD കഴിഞ്ഞ ഡോക്ടേഴ്സ് ആയിരിക്കും, സ്കിൽഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ആയിരിക്കും കൺസൾട്ടേഷൻ ഏരിയയിൽ ഉണ്ടായിരിക്കുക. ഓക്കെ. നമുക്കറിയാം എമർജൻസി സിറ്റുവേഷൻസിൽ പല കേസസും വരാം. അപ്പൊ എല്ലാവരും ട്രീറ്റ് ചെയ്യണമെങ്കിൽ എന്താണ്? സ്കിൽഡ് ആയിട്ടുള്ള ഡോക്ടറിന് മാത്രമേ അത് സാധിക്കുള്ളൂ. ഓക്കെ. യെസ്. സ്കിൽഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ഉണ്ടാകുന്ന പേഷ്യൻസിനെ കൺസൾട്ട് ചെയ്യുന്ന ഏരിയ ആണ് എന്ത്? കൺസൾട്ടേഷൻ ഏരിയ. അത് ഫങ്ഷണൽ ഏരിയാസിലാണ് വരുന്നത്. അടുത്തത് എന്താണ്? സ്റ്റാഫ് വർക്ക് സ്റ്റേഷൻസ്. സ്റ്റാഫ് വർക്ക് സ്റ്റേഷൻസ് അത് വേണ്ടിയിട്ടാണ് എമർജൻസി സ്റ്റാഫുകൾക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള സ്റ്റേഷൻസ് ഉണ്ട്, ഏരിയാസ് ഉണ്ടായിരിക്കും. അതാണ് എന്താ? സ്റ്റാഫ് വർക്ക് സ്റ്റേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ. യെസ്. നമ്മള് ഫങ്ഷണൽ ഏരിയാസ് ഏതൊക്കെ ഉൾപ്പെടുന്നുണ്ട്? ആംബുലൻസ് ആൻഡ് ആംബുലേറ്ററി എൻട്രൻസ്, റിസപ്ഷൻ, ട്രയേജ്, വെയിറ്റിംഗ് ഏരിയാസ്, അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ, റീസസിറ്റേഷൻ ഏരിയ, അക്യൂട്ട് ട്രീറ്റ്മെന്റ് ഏരിയ ആൻഡ് കൺസൾട്ടേഷൻ ഏരിയ ആൻഡ് സ്റ്റാഫ് വർക്ക് സ്റ്റേഷൻസ്. ഇത്രയും ഏരിയാസ് ആണ് എന്തിൽ ഉൾപ്പെടുന്നത്? എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ ഫങ്ഷണൽ ഏരിയാസ് ആയിട്ട് പറയുന്നത്. ഓക്കെ. ഓക്കെ ആണോ? ക്ലിയർ ആണോ അത്രയും ഏരിയാസ്? ശരി. ഇനി അതർ ഏരിയാസ്, മറ്റ് ഏരിയകൾ ഏതൊക്കെയാണ്? മറ്റ് ഏരിയാസ് പ്രൊസീജിയർ റൂം, പ്ലാസ്റ്റർ റൂം, ഫാർമസി ഡ്രഗ് പ്രിപ്പറേഷൻ റൂം,
isolation rooms, decontamination area, storage, clean and dirty utility, linen room, mobile equipment base like trolley, wheelchair, etc., and mobile X-ray equipment bay, then cleaners room. So other areas ഉൾപ്പെടുന്ന ഏതൊക്കെയാണ്? പ്രൊസീജിയർ റൂം ആണ്. പ്രൊസീജിയർ റൂം എന്ന് പറയുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും അവിടെ വരുന്നത്? പ്രൊസീജിയർ റൂമില് മൈനർ സർജറീസ് ഒക്കെ പ്രൊസീജിയർ റൂമിൽ ഉൾപ്പെടുത്താം അല്ലെ? അതായത് എന്തൊക്കെയാണ് മൈനർ ആയിട്ടുള്ള ചെറിയ ചെറിയ സർജറി അല്ലെങ്കിൽ ചെറിയ പ്രൊസീജിയേഴ്സ് ഒക്കെ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും എമർജൻസി ഡിപ്പാർട്ട്മെന്റ് വരുന്നത്? ഏതെങ്കിലും ഒന്ന് പറയാമോ? അറിയാമോ? സ്റ്റിച്ചിങ്. ഓക്കെ, നമ്മൾ ഡ്രസ്സിങ് ചെയ്യുന്ന റൂം എന്ന് കൂടി ഇതിനെ നമുക്ക് പറയാം അല്ലെ? യെസ്. പ്ലാസ്റ്റർ ഇടുന്നതിന് പ്ലാസ്റ്റർ റൂം സെപ്പറേറ്റ് ഉണ്ട്. പ്രൊസീജിയർ റൂം എന്ന് പറയുമ്പോൾ എന്താണ്? ചെറിയ ചെറിയ എന്തെങ്കിലും മൈനർ സർജറീസ് എന്തെങ്കിലും ഇഞ്ചുറീസ് ഒക്കെ പറ്റിക്കഴിഞ്ഞാൽ അവരുടെയൊക്കെ ഡ്രസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു പ്രൊസീജിയർ റൂം ഉണ്ടായിരിക്കും. ഓക്കെ, യെസ്. പ്ലാസ്റ്റർ റൂം. പ്ലാസ്റ്റർ റൂം എന്തിനാണ്? ഏതെങ്കിലും പേഷ്യൻസ് ഒടിവോ ചതവോ മറ്റു ഫ്രാക്ചേഴ്സ് ഒക്കെ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ട് പ്ലാസ്റ്റർ ഇടുന്നതിന് വേണ്ടി സെപ്പറേറ്റ് ഏരിയ ഉണ്ടായിരിക്കും. അതാണ് പ്ലാസ്റ്റർ റൂം എന്ന് പറയുന്നത്. ഫാർമസി ഓർ ഡ്രഗ് പ്രിപ്പറേഷൻ. ഫാർമസി ഓർ ഡ്രഗ് പ്രിപ്പറേഷൻ. എന്താണ് ഫാർമസി ഓഫ് ഡ്രഗ് പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്? നമ്മുടെ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് സെപ്പറേറ്റ് ആയിട്ട് ഒരു ഫാർമസി ഉണ്ടായിരിക്കോ? അല്ലെങ്കിൽ ഒറ്റ ഫാർമസി മാത്രം ഹോസ്പിറ്റൽ ഉണ്ടാവുള്ളൂ? എമർജൻസി ഡിപ്പാർട്ട്മെന്റ് സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടായിരിക്കോ? ഉണ്ട് അല്ലെ? യെസ്. അപ്പൊ അതർ ഏരിയാസിലാണ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിന്റെ ഫാർമസി അല്ലെങ്കിൽ ഡ്രഗ് പ്രിപ്പറേഷൻ റൂംസ് ഉൾപ്പെടുന്നത്. ഓക്കെ, നെക്സ്റ്റ് റൂം ആണ് എന്ത്? ഐസൊലേഷൻ റൂം. ഐസൊലേഷൻ റൂംസ്. എന്തിനു വേണ്ടിയിട്ടാണ് ഐസൊലേഷൻ റൂംസ് പ്രൊവൈഡ് ചെയ്യുന്നത്? ഏതൊക്കെ സാഹചര്യങ്ങളാണ് നമുക്ക് ഐസൊലേറ്റഡ് ആയിട്ടുള്ള റൂംസ് ആവശ്യമായിട്ട് വരുന്നത്? ഏതൊക്കെ സാഹചര്യങ്ങളിലാണ്? യെസ്, നമുക്കറിയാം, നമുക്ക് ആ കോവിഡ് നിപ്പ വന്ന സമയത്തൊക്കെ നമുക്ക് എന്താണ് ഐസൊലേറ്റഡ് ആയിട്ടുള്ള റൂംസുകൾ ആവശ്യമായിരുന്നു. കാരണം എന്തായിരുന്നു കോവിഡിന്റെയൊക്കെ പേഷ്യൻസിനെ നമ്മൾ ഐസൊലേറ്റഡ് ആയിട്ടുള്ള റൂമിലായിരിക്കും പ്രവേശിക്കുന്നത് അല്ലെ? ഇൻഫെക്ഷൻസ് മറ്റൊരാളിലേക്ക് പകരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ഐസൊലേറ്റഡ് ആയിട്ടുള്ള റൂംസിലായിരിക്കും പേഷ്യൻസിനെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് മാറ്റുന്നത്. ഓക്കെ, അപ്പൊ അത്തരം പർപ്പസസിന് വേണ്ടിയിട്ടാണ് പ്രത്യേകിച്ച് അങ്ങനെ എന്തെങ്കിലും പഠനം ട്രാൻസ്മിറ്റഡ് ആവാനുള്ള അസുഖങ്ങളുള്ള പേഷ്യൻസിന് അല്ലെങ്കിൽ ഹൈലി ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള പേഷ്യൻസിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്താ ഐസൊലേഷൻ റൂംസുകൾ എമർജൻസി ഡിപ്പാർട്ട്മെന്റ്സിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആണോ ഐസൊലേഷൻ റൂം എന്താണെന്ന്? ശരി, നമ്മളിപ്പോ പറഞ്ഞ എന്തൊക്കെയാണ്? പ്രൊസീജിയർ റൂം, പ്ലാസ്റ്റർ റൂം, ഫാർമസി ഓർ ഡ്രഗ് പ്രിപ്പറേഷൻ റൂം, ഐസൊലേഷൻ റൂംസ് എക്സെട്ര. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് എന്താണ്? ഡീകണ്ടാമിനേഷൻ ഏരിയാസ്. ഡീകണ്ടാമിനേഷൻ ഏരിയാസ്. ഡീകണ്ടാമിനേഷൻ ഏരിയാസ് എന്താണ്? ഡീകണ്ടാമിനേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? അണുവിമുക്തമാക്കുന്ന പ്രദേശങ്ങളാണ് അല്ലെ? എന്തിന്റെ കാര്യം? ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് ഡീകണ്ടാമിനേഷൻസ് ചെയ്യേണ്ടി വരുന്നത്? ഏതൊക്കെ സാഹചര്യങ്ങളാണ് ഡീകണ്ടാമിനേഷൻ ആവശ്യമായിട്ട് വരുന്നത്? അണുവിമുക്തമാക്കേണ്ട സിറ്റുവേഷൻസ് ഏതൊക്കെയാണോ എന്ന് ആലോചിച്ച് പറഞ്ഞേ. യെസ്, ബ്ലഡ് സ്റ്റെയിൻസ് ഉണ്ടായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വൈറസ് സ്പ്രെഡ് ആവുമ്പോൾ, അല്ലെങ്കിൽ എന്താണ് ഒരു ഫാക്ടറിയിൽ ഒരാൾക്ക് പൊള്ളലേറ്റെന്ന് വിചാരിക്കുക. ഒരു ഫാക്ടറിയിൽ ഒരു ഉദ്യോഗസ്ഥന് പൊള്ളലേറ്റെന്ന് വിചാരിക്കാം. ആകെ കംപ്ലീറ്റ് ആളെന്താണ് നന്നായിട്ട് പൊള്ളിയതിനു ശേഷമാണ്, പൊള്ളലേറ്റതിനു ശേഷം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുന്നത്. ആ ഒരു പേഷ്യന്റിനെ നമ്മള് ഡീകണ്ടാമിനേഷൻ ഏരിയാസിലേക്ക് കൊണ്ടുപോകുന്നുണ്ടോ? കൊണ്ടുപോകുന്നുണ്ടോ? അതായത് ഇപ്പൊ ഒരു കെമിക്കൽ എക്സ്പോഷൻ ആണ് ആൾക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും? അദ്ദേഹത്തിന്റെ ബോഡിയിലൊക്കെ എന്തുണ്ടാവാൻ ചാൻസ് ഉണ്ട്? എന്താവാം?
കെമിക്കൽസ് ഉണ്ടാവും അല്ലെ, കെമിക്കൽ എക്സ്പോഷർ ആയത് കൊണ്ട് ശരീരത്തിലെ കെമിക്കൽസ് ഉണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ എന്താണ് ഡീകണ്ടാമിനേറ്റ് ചെയ്യേണ്ടതുണ്ട് അല്ലെ, അതൊക്കെ റിമൂവ് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ അത്തരം സിറ്റുവേഷൻസ്, അതേപോലെയുള്ള സിറ്റുവേഷൻസിലൊക്കെ പേഷ്യൻസിന്റെ അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ നമ്മൾ അണുവിമുക്തമാക്കുന്നതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റഡ് ആയിട്ട് ഡീകണ്ടാമിനേഷൻ ഏരിയാസ് ഉണ്ടായിരിക്കും. അതൊരു എക്സാമ്പിൾ ഓർമ്മ അതേപോലത്തെ പല സിറ്റുവേഷൻസിൽ. ഓക്കെ, യെസ്. സ്റ്റോറേജ് ഏരിയ. സ്റ്റോറേജ് ഏരിയ എന്തിനാണ് സ്റ്റോറേജ് ഏരിയ? എക്യുപ്മെന്റ്സുകൾ, ഡിവൈസസുകൾ, മറ്റു സാധനങ്ങളെല്ലാം തന്നെ മറ്റു മെറ്റീരിയൽസ് എല്ലാം നമ്മൾ സൂക്ഷിച്ചു വെക്കുന്നതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റഡ് ആയിട്ടൊരു സ്റ്റോറേജ് ഏരിയ ഉണ്ടായിരിക്കും. ഓക്കെ, എക്യുപ്മെന്റ്സ്, ഡിവൈസസ്, മറ്റു മെറ്റീരിയൽസ് എല്ലാം സൂക്ഷിച്ചു വെക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സ്റ്റോറേജ് ഏരിയ ഉണ്ടായിരിക്കും. യെസ്. Then clean and dirty utility. Clean and dirty utility. ഏത് ഏരിയ ആണ് അത്? ക്ലീൻ ആൻഡ് ഡേർട്ടി യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. അത് എളുപ്പമല്ല, നിങ്ങൾക്ക് പെട്ടെന്ന് പറയാലോ. ക്ലീനിങ് പർപ്പസ് ആണ് അല്ലെ, ആണോ? അതായത് എന്താണ് ഡേർട്ടി റൂംസ് ഉദ്ദേശിക്കുന്നത്? നമ്മൾ ഉപയോഗിച്ച പഞ്ഞി അല്ലെങ്കിൽ സിറഞ്ച്, ബാൻഡേജസ്, മറ്റു മുതലായ മെറ്റീരിയൽസുകളെല്ലാം തന്നെ ക്ലീൻ ചെയ്യുന്ന ഒരു സ്പെഷ്യൽ ഏരിയ ആണ് എന്ത്? ക്ലീൻ ആൻഡ് ഡേർട്ടി യൂട്ടിലിറ്റി ഏരിയാസ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഒരു പ്രൊസീജിയറിന് ശേഷം ഉപയോഗിച്ചിരുന്ന സാധനങ്ങളെല്ലാം തന്നെ ക്ലീൻ ചെയ്യുന്ന ഏരിയാസ് ആണ്. അടുത്തത് എന്താണ്? ലിനൻ റൂം. ലിനൻ റൂം എന്താണ്? ലിനൻ റൂം, ലിനൻ റൂം ഹോസ്പിറ്റൽ ലിനൻസിന് വേണ്ടിയിട്ട് അല്ലെ. ലിനൻസിൽ എന്തൊക്കെ ഉൾപ്പെടുന്നുണ്ട്? പേഷ്യൻസിന് ഉപയോഗിക്കുന്ന പില്ലോ കവേഴ്സ്, ബെഡ്ഷീറ്റ്സുകള്, ഇതെല്ലാം തന്നെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു സ്പെഷ്യൽ ഏരിയ ആണ് എന്താ? ലിനൻ റൂം എന്ന് പറയുന്നത്. ഓക്കെ, പേഷ്യൻസിന് ആവശ്യമായിട്ടുള്ള എല്ലാത്തരം ലിനൻ മെറ്റീരിയൽസ്, കോട്ടൺ മെറ്റീരിയൽസ് എല്ലാം തന്നെ, പ്രത്യേകിച്ച് ബെഡ്ഷീറ്റ്സുകള്, അതേപോലെ തന്നെ എന്താണ് പില്ലോ കവേഴ്സ് തുടങ്ങിയ സാധനങ്ങളെല്ലാം തന്നെ സൂക്ഷിച്ചു വെക്കുന്ന ഏരിയ ആണ് ലിനൻ റൂംസ്. നെക്സ്റ്റ് വൺ, മൊബൈൽ എക്യുപ്മെന്റ്സ് ബേ ലൈക്ക് ട്രോളി, വീൽ ചെയർ എക്സെട്ര. മൊബൈൽ എക്യുപ്മെന്റ് ബേസ് എന്താണ്? മൊബൈൽ എക്യുപ്മെന്റ്സ് ബേസ് എന്ന് പറയുന്നത്, മൊബൈൽ എക്യുപ്മെന്റ്സ് എന്ന് പറയുന്നത് എന്താ? മൂവബിൾ ആയിട്ടുള്ള അല്ലെ, മൂവബിൾ ആയിട്ടുള്ള എക്യുപ്മെന്റ്സുകൾ, പോർട്ടബിൾ ആയിട്ടുള്ള എക്യുപ്മെന്റ്സുകൾ. ഏതൊക്കെയാണ്? ട്രോളി, വീൽ ചെയർ, ഇവയ്ക്ക് സൂക്ഷിച്ചു വെക്കുന്നതിനായിട്ട് പ്രത്യേകമായിട്ടൊരു ഏരിയ ഉണ്ടായിരിക്കും. ഓക്കെ, ദെൻ മൊബൈൽ എക്സ്റേ എക്യുപ്മെന്റ് ബേ. മൊബൈൽ എക്സ്റേ എക്യുപ്മെന്റ് ബേ അതും എന്താണ്? പോർട്ടബിൾ എക്സ്റേസ് ഒക്കെ ഇല്ലേ, പോർട്ടബിൾ എക്സ്റേസ് അല്ലെങ്കിൽ എല്ലാ എക്യുപ്മെന്റ്സുകളൊക്കെ സൂക്ഷിച്ചു വെക്കുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകമായ ഒരു ഏരിയാസും ഉണ്ടായിരിക്കും മൊബൈൽ എക്സ്റേ എക്യുപ്മെന്റ് ബേ. ദെൻ ലാസ്റ്റ് വൺ, ക്ലീനേഴ്സ് റൂം. ക്ലീനേഴ്സ് റൂം അതായത് എല്ലാ പ്രൊസീജിയേഴ്സിന് ശേഷം പേഷ്യൻസിന്റെ എല്ലാ സാധനങ്ങളും എന്താണ് ഡിസിൻഫെക്ട് ചെയ്യേണ്ട ഏരിയാസ് ആണ്, അല്ലെങ്കിൽ കംപ്ലീറ്റ് ക്ലീനിങ് സെക്ഷൻ ആണ് അതിനുള്ളിൽ വരുന്നത് അല്ലെ. കംപ്ലീറ്റ് ആയിട്ടുള്ള എല്ലാ ക്ലീനിങ് സെക്ഷൻസ് ആണ് ഇതിൽ വരുന്നത്, ക്ലീനേഴ്സ് റൂമിൽ വരുന്നത്. ഓക്കെ, ദീസ് ആർ ദ അതർ ഏരിയാസ് ഓഫ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ എന്തൊക്കെയുണ്ട്? രണ്ട് ടൈപ്പ് സ്പേസസ് ഡിറ്റർമിൻ ചെയ്യുന്നുണ്ട്. ഒന്ന് ഫങ്ഷണൽ ഏരിയ വരുന്നുണ്ട്, അതർ ഏരിയാസും വരുന്നുണ്ട്. അതർ ഏരിയാസിൽ എന്തൊക്കെ ഉൾപ്പെടുന്നു? പ്രൊസീജിയർ റൂം, പ്ലാസ്റ്റർ റൂം, ഫാർമസി, ഐസൊലേഷൻ റൂം, decontamination area, storage, clean and dirty utility, linen room, mobile equipment base like trolley, wheelchair, etc., and mobile X-ray equipment bay and cleaners room. Okay, clear ആണോ നിങ്ങൾക്ക്? Okay. നിങ്ങൾ കാഷ്വാലിറ്റിയിൽ പോയിട്ടില്ലേ? മിക്കവാറും പോയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പോയിട്ടുണ്ടോ? പോവാത്തവരുണ്ടോ? പോയിട്ടുണ്ടോ? മിക്കവാറും അത്യാവശ്യങ്ങളിലൊക്കെ ചിലപ്പോൾ പോയിട്ടുണ്ടാവും അല്ലെ. യെസ്, അവിടെ നടക്കുന്ന ഒരു നിങ്ങൾ ചെന്ന് നിങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വരുന്നത് വരെയുള്ള ഒരു പ്രൊസീജിയർ എങ്ങനെയാണെന്ന് അറിയാമോ? അല്ലെങ്കിൽ ഹോസ്പിറ്റൽ വിടുന്നത് വരെയുള്ള പ്രൊസീജിയേഴ്സ് എങ്ങനെയാണെന്ന് പോയവർക്ക് അറിയാൻ പറ്റും അല്ലെ. എങ്കിൽ അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ അറിയില്ല, നമുക്ക് അറിയാൻ പറ്റും. നമ്മൾ എമർജൻസി ആയിട്ട് ചെന്നു ഹോസ്പിറ്റലിൽ, ആ ഒരു ഒബ്സർവേഷൻ ഇരുത്തി, ഡോക്ടർ വന്നു, ഡോക്ടർ അതിനുള്ള മെഡിസിൻസ് തന്നു, നമ്മൾ ഒബ്സർവേഷൻ ചെയ്തു, ദെൻ സ്റ്റേബിൾ ആയതിനു ശേഷം എന്താ നമ്മൾ ഡിസ്ചാർജ് ആക്കുന്നത് അല്ലെ. ഇതാണ് നോർമൽ ആയിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അല്ലെ.
പ്ലീസ് റെസ്പോണ്ട് ചെയ്യണേ. യെസ്. ഇനി ഇവിടെ പറയാൻ പോകുന്ന എന്താണ്? പറഞ്ഞ കാര്യങ്ങൾ തന്നെ കുറച്ചും കൂടി എക്സ്പ്ലെയിൻ ചെയ്ത് പറയാണ്. പേഷ്യന്റ് ഫ്ലോ, അതായത് എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ എങ്ങനെയാണ് ഒരു പേഷ്യന്റ് ഫ്ലോ വരുന്നത്, അല്ലെങ്കിൽ പേഷ്യൻസിന്റെ ഒഴുക്ക് എങ്ങനെയാണ്. അപ്പൊ അത് ഒരു 5 പ്രക്രിയയിലൂടെയാണ് ഇത് നടക്കുന്നത്. അതായത് ഒരു പേഷ്യന്റ് കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റിലേക്ക് വന്നത് മുതൽ പേഷ്യന്റിനെ ഡിസ്ചാർജ് ചെയ്യുന്നത് വരെ നടക്കുന്ന കാര്യങ്ങളാണ് നമ്മളിപ്പോ പറയാൻ പോകുന്നത്. ഓക്കെ. യെസ്, നമ്മൾ ഫസ്റ്റ് പഠിച്ചിട്ടുണ്ട് ട്രയേജ് അല്ലെ. ഫസ്റ്റ് പേഷ്യന്റ് ഫ്ലോയിലെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? ട്രയേജ് ആണ്. എന്താണ് ട്രയേജ് എന്നാണ് നമ്മൾ പഠിച്ചത്? ട്രയേജ് മറന്നുപോയോ? ട്രയേജ് എന്താണെന്ന്? ഫസ്റ്റ് പ്രയോറിറ്റി അല്ലേ? ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുകയാണ്. ഓക്കെ, നമുക്ക് നോക്കാം. All patients should be triaged through a single point. Aim of triage is to solve patients for providing optimum care consistent with their medical need and ensure efficient utilization of available resources. ഓക്കെ, ട്രയേജ് എന്ന് പറയുന്ന പ്രക്രിയ നമുക്കറിയാം അല്ലെ. അപ്പൊ മിക്ക പേഷ്യൻസും എന്താണ് ഈ ഒരു ട്രയേജ് എന്ന സിംഗിൾ പോയിന്റിലൂടെയാണ് വരുന്ന പേഷ്യൻസിനെ എല്ലാവരും നമ്മൾ കാണുന്നത് അല്ലെ. വരുന്ന പേഷ്യൻസിന് എന്തായാലും ഫസ്റ്റ് ഓഫ് ഓൾ കാണുമ്പോൾ തന്നെ എന്താണ് അത് ട്രയേജ്ഡ് ആണോ ആദ്യം ആദ്യം പേഷ്യൻസിന്റെ സിവിയറിറ്റി നമ്മൾ നോക്കും അല്ലെ. വരുന്ന പേഷ്യൻസിന്റെ ഗുരുതരാവസ്ഥ എത്രത്തോളമാണ് നമ്മൾ ആദ്യം ഐഡന്റിഫൈ ചെയ്യും. അതിനുശേഷം പേഷ്യന്റിനെ നമ്മൾ എന്ത് ചെയ്യും? സോർട്ട് ചെയ്യും. സോർട്ട് ചെയ്യാന്ന് പറഞ്ഞ എന്താണ്? സോർട്ട് ചെയ്യാന്ന് പറഞ്ഞ എന്താ? ഡിവൈഡ് ചെയ്യുക അല്ലെ. അതായത് നമ്മൾ ആർക്കാണോ പ്രയോറിറ്റി കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഏറ്റവും ക്രിട്ടിക്കൽ സിറ്റുവേഷൻ ഉള്ളത് ആർക്കാണ്, അല്ലെങ്കിൽ ഡിലേഡ് ട്രീറ്റ്മെന്റ് കൊടുക്കാൻ പറ്റുന്നത് ആർക്കാണ് എന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക? കാറ്റഗറൈസ് ചെയ്ത് അവരുടെ ഡിവൈഡ് ചെയ്യുന്ന ഒരു പ്രോസസ് ആണ് ശരിക്കും എന്താ ട്രയേജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എത്രത്തോളം റിസോഴ്സസ് നമ്മൾ ഏറ്റവും ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഇപ്പൊ നമ്മൾ വരുന്ന പേഷ്യൻസിന് ഇപ്പൊ ക്രിട്ടിക്കൽ കെയർ ഉള്ള പേഷ്യൻസിനാണോ ആദ്യം റിസോഴ്സസ് അവൈലബിൾ ആക്കുന്നത്, അല്ലെങ്കിൽ ഡിലേഡ് ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന ആൾക്കാണോ ആദ്യം റിസോഴ്സസ് കൊടുക്കുന്നത്? എങ്ങനെയാണ്? ക്രിട്ടിക്കൽ വരുന്ന ആൾക്കാണ് നമ്മൾ, അതായത് പ്രയോറിറ്റി കൊടുക്കുമ്പോൾ ഹോസ്പിറ്റലിൽ എന്തൊക്കെ റിസോഴ്സസ് ഉണ്ട് അതിന് വരുന്ന ക്രിട്ടിക്കൽ പേഷ്യൻസിനായിരിക്കും നമ്മൾ ആദ്യം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അല്ലെ. അതിനുശേഷം ആയിരിക്കും ഡിലേഡ് കെയർ കൊടുക്കാൻ പറ്റുന്ന പേഷ്യൻസ് അതിനനുസരിച്ചായിരിക്കും നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ട്രയേജിന്റെ എയിം എന്ന് പറയുന്നത് പേഷ്യൻസിനെ സോർട്ട് ഔട്ട് ചെയ്യാൻ മാത്രമല്ല എല്ലാ തരത്തിലുള്ള അവൈലബിൾ റിസോഴ്സസ് ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് നല്ല രീതിയിലുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, യെസ്, അതാണ് ട്രയേജ്. അപ്പൊ വരുന്ന പേഷ്യൻസിന് ആദ്യം എന്ത് ചെയ്യുന്നത്? നമ്മൾ സോർട്ട് ഔട്ട് ചെയ്യുന്നത്. അത്രയും മനസ്സിലാക്കുക കേട്ടോ. യെസ്, ദെൻ അതിനുശേഷം സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? റിസപ്ഷൻ ആണ്. റിസപ്ഷൻ എന്താണ്? ക്ലോസ് ഓപ്പറേഷൻ റിലേഷൻഷിപ്പ് എക്സിറ്റ് വിത്ത് ട്രയേജ്. ഇപ്പൊ ട്രയേജിന്റെ തൊട്ടടുത്ത് തന്നെയായിരിക്കും എന്ത് വരുന്നത്? റിസപ്ഷൻ ഏരിയ വരുന്നത്. ഓക്കെ, അപ്പൊ ട്രയേജിന് ശേഷം പേഷ്യൻസിന്റെ ഡീറ്റെയിൽസ് അതായത് ആഫ്റ്റർ ട്രയേജ് പേഷ്യൻസിനെ നമ്മൾ സോർട്ട് ഔട്ട് ചെയ്തതിനു ശേഷം എന്ത് ചെയ്യുന്നു? പേഷ്യൻസ് ഡീറ്റെയിൽസ് ആർ റെക്കോർഡഡ് ബൈ ദ ക്ലറിക്കൽ സ്റ്റാഫ്. ED ഡിപ്പാർട്ട്മെന്റിലെ ഒരു ക്ലറിക്കൽ സ്റ്റാഫ് വന്ന് എന്ത് ചോദിക്കും? പേഷ്യൻസിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് റെക്കോർഡ് ചെയ്യും. ഓക്കെ, ഇത് ഏതിന് ശേഷമാണ് ഓർക്കുന്നത്? പേഷ്യൻസിന് നമ്മൾ ട്രയേജ് പ്രോസസ്സ് കഴിഞ്ഞതിന് ശേഷമാണ് പേഷ്യൻസിന്റെ ഡീറ്റെയിൽസ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, യെസ്. Then a new medical record is either raised or the old one retrieved. A new medical record is either raised or the old one retrieved. ഇനി മെഡിക്കൽ റെക്കോർഡ്സ് എടുക്കുന്ന സമയത്ത് പേഷ്യൻസിന്റെ ചാർട്ട് എടുക്കുന്ന സമയത്ത് ഓൾറെഡി അവിടെ ട്രീറ്റ് ചെയ്യുന്ന ആളാണെങ്കിൽ എന്തായിരിക്കും? അവിടെ എന്തുണ്ടായിരിക്കും? ഓൾറെഡി ആ ഹോസ്പിറ്റലിൽ ട്രീറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ചികിത്സയ്ക്ക് വരുന്ന ആളാണെങ്കിൽ അവിടെ എന്തുണ്ടായിരിക്കും? അവിടെ മെഡിക്കൽ റെക്കോർഡ് ഓൾറെഡി ഉണ്ടായിരിക്കും. ഇല്ലെങ്കിൽ എന്താണ്? ഒന്നില്ലെങ്കിൽ പുതിയ മെഡിക്കൽ റെക്കോർഡ് എടുക്കും, അല്ലെങ്കിൽ എന്താണ് പഴയത് നമ്മൾ റിട്രൈവ് ചെയ്യും അല്ലെ. പഴയ റെക്കോർഡ്സ് ഉണ്ടെങ്കിൽ അതിലായിരിക്കും ബാക്കി ഡീറ്റെയിൽസുകൾ ആഡ് ചെയ്യുന്നത്. അതാണ് റിസപ്ഷൻ ഏരിയ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ട്രയേജിന് ശേഷമാണ് എന്ത് വരുന്നത്? റിസപ്ഷൻ അല്ലെ. ട്രയേജിന്റെ തൊട്ടടുത്ത് തന്നെ ആയിരിക്കും റിസപ്ഷൻ ഏരിയ ഉണ്ടായിരിക്കുക. ക്ലറിക്കൽ സ്റ്റാഫ് ആയിരിക്കും പേഷ്യൻസിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസുകൾ റെക്കോർഡ് ചെയ്യുന്നത്. ഇനി ഒരു ചിലപ്പോ എന്താണ് ന്യൂ മെഡിക്കൽ റെക്കോർഡ്സ് എടുക്കാം, അല്ലെങ്കിൽ എന്താണ് പഴയതുണ്ടെങ്കിൽ അതിൽ തന്നെ ആയിരിക്കും നമ്മൾ ബാക്കി ഡീറ്റെയിൽസ് ബാക്കി ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം രേഖപ്പെടുത്തുന്നത്. ഓക്കെ, യെസ്. റിസപ്ഷൻ മനസ്സിലായോ? ഓക്കെ, യെസ്.
പേഷ്യൻസിന്റെ റെക്കോർഡ് ഒക്കെ ചെയ്തു, മെഡിക്കൽ റെക്കോർഡ്സിൽ ഡീറ്റെയിൽസ് ഒക്കെ എഴുതിയതിനു ശേഷം നെക്സ്റ്റ് എന്താണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ട്രീറ്റ്മെന്റ് അല്ലെ, ചികിത്സ ആരംഭിക്കുകയാണ് അല്ലെ. യെസ്. Patients may be directed to resuscitation area, acute treatment area, consultation fast track area, medical imaging or waiting area, emergency treatment is initiated. അപ്പോൾ ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന എങ്ങനെയായിരിക്കും എന്ന് അറിയാലോ നമുക്ക്. പേഷ്യന്റിന്റെ കണ്ടീഷൻ എന്താണെന്ന് നോക്കിയിട്ടാണ് നമ്മൾ ഒന്നല്ലെങ്കിൽ ഇപ്പോൾ റിസസിറ്റേഷൻ ഏരിയയിലായിരിക്കും ആളെ വിടേണ്ടത് അല്ലെ. ഓക്കെ, ഫസ്റ്റ് എയ്ഡ് കൊടുക്കുന്ന ഒരു പ്രോസസ് ആയിരിക്കും ആദ്യം വരേണ്ടത്. ചിലപ്പോൾ എന്താണ് ചെറിയ കേസസ് ആണെങ്കിൽ അക്യൂട്ട് ട്രീറ്റ്മെന്റ് ഏരിയാസിന് വിട്ടാൽ മതിയായിരിക്കും. അല്ലെങ്കിൽ എന്താണ് അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരു ഏരിയാസ് ആയിരിക്കും ആദ്യം സെലക്ട് ചെയ്യുന്നത്. അപ്പൊ കണ്ടീഷൻ നോക്കിയിട്ടാണ് നമ്മൾ ഇതെല്ലാം തന്നെ എന്താണ് പേഷ്യന്റിന്റെ സിറ്റുവേഷൻ ബേസ്ഡ് ആണ് നമ്മൾ ഓരോ ഏരിയാസിലേക്കും പേഷ്യന്റിനെ മാറ്റുന്നത്. ഓക്കെ, കൺസൾട്ടേഷൻ ഏരിയയിലേക്ക് കൊണ്ടുപോകുന്നു, കൃത്യമായ രീതിയിലുള്ള കൺസൾട്ടേഷൻ പേഷ്യന്റിനെ നല്ല രീതിയിൽ ചികിത്സിക്കുന്നു. ഇനി എന്തെങ്കിലും ഫ്രാക്ചേഴ്സ് സംഭവിച്ച പേഷ്യൻസ് ആണെങ്കിൽ എന്തായിരിക്കും ഡോക്ടർ പറയുന്നത്? എന്തായിരിക്കും പറയുന്നത്? മെഡിക്കൽ ഇമാജിൻ ചെയ്യാൻ പറയും അല്ലെ, എക്സ്റേ അല്ലെങ്കിൽ CT ഒക്കെ ചെയ്യാനായിട്ട് ആവശ്യപ്പെട്ടേക്കാം. അതൊക്കെ എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും? പേഷ്യന്റിന്റെ കണ്ടീഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ട്രീറ്റ്മെന്റ് നമ്മൾ നിർണ്ണയിക്കുന്നത്. ഓക്കെ, വെയിറ്റിംഗ് ഏരിയ, എമർജൻസി ട്രീറ്റ്മെന്റ് ഈസ് ഇനീഷ്യേറ്റഡ്. അപ്പോൾ ഈ രീതിയിലുള്ള പ്രൊസീജിയർ കഴിഞ്ഞതിന് ശേഷമായിരിക്കും ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഏത് ഏരിയയിലേക്കാണ് പേഷ്യന്റിനെ കൊണ്ടുപോകേണ്ടത്, ഏത് തരത്തിലുള്ള ട്രീറ്റ്മെന്റ് ആണ് കൊടുക്കേണ്ടത്? ഇപ്പൊ എക്സ്റേ എടുത്തതിന് ശേഷമായിരിക്കും ചിലപ്പോൾ എന്താണ് സംഭവിച്ചത് നമ്മൾ എക്സ്റേ ഇമാജസിലൂടെ ഐഡന്റിഫൈ ചെയ്താൽ മാത്രം ചിലപ്പോൾ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ. ഇപ്പൊ ഫ്രാക്ചർ ഒക്കെ സംഭവിച്ചതാണെങ്കിൽ വരുന്ന വശം ചിലപ്പോൾ ഡോക്ടറിന് ചിലപ്പോൾ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയെന്നിരിക്കില്ല. അപ്പൊ എക്സ്ട്രാ ഡീറ്റെയിൽസ് നോക്കിയിട്ടല്ലേ ചിലപ്പോൾ ചികിത്സ എടുക്കുള്ളൂ അല്ലെ. പറയൂ. പറഞ്ഞേ. ശരി. യെസ്, അങ്ങനെയാണ് ട്രീറ്റ്മെന്റ് പ്രോസസ്സുകൾ നടക്കുന്നത്. യെസ്, നെക്സ്റ്റ് വരുന്ന സ്റ്റെപ്പ് എന്താണ്? റീ ഇവാലുവേഷൻ. ഇപ്പൊ നമ്മൾ ട്രീറ്റ്മെന്റ് കൊടുത്തു, പേഷ്യൻസിന് വേണ്ട കണ്ടീഷൻ അനുസരിച്ചുള്ള ട്രീറ്റ്മെന്റ് കൊടുത്തതിന് ശേഷം അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? റീ ഇവാലുവേഷൻ ആണ്. റീ ഇവാലുവേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ് നോക്കാം. An ED physician will re-evaluate the patient condition after treatment and assess test result, because the result may give them additional insight into the type of treatment you needed. Re-evaluation എന്ന് പറയുമ്പോൾ എന്താണ്? ED physician എന്ന് പറഞ്ഞാൽ ആരാണ്? ED physician. എക്സ്പാൻഷൻ എന്താണ് ED physicianന്റെ? ED നമ്മൾ പഠിച്ചത് എന്താണ്? ED, യെസ്, എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ഫിസിഷ്യൻ. പേഷ്യൻസിനെ റീവാലുവേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ റീചെക്ക് ചെയ്യണം അല്ലെ. ട്രീറ്റ്മെന്റ് കൊടുത്തതിന് ശേഷം എന്താണ് പേഷ്യന്റിന്റെ കണ്ടീഷൻ ഒന്ന് ഐഡന്റിഫൈ ചെയ്യുന്നത്. പേഷ്യന്റ് ഓക്കെ ആണോ, സ്റ്റേബിൾ ആണോ, അല്ലെങ്കിൽ കൊടുത്തിരിക്കുന്ന ടെസ്റ്റുകൾ അല്ലെ, ചിലപ്പോൾ ബ്ലഡ് ടെസ്റ്റ് അല്ലെങ്കിൽ മെഡിക്കൽ ഇമാജിൻ ടെസ്റ്റസ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം നോക്കിയതിന് ശേഷം ബ്ലഡ് റിസൾട്ടിലൊക്കെ എല്ലാം ഓക്കെ ആണ്, നോർമൽ ആണെങ്കിൽ എന്ത് ചെയ്യും? ഫർദർ ട്രീറ്റ്മെന്റ് ആവശ്യാനുസരണം. ഇപ്പൊ ചിലപ്പോൾ അഡ്മിറ്റ് ചെയ്യേണ്ട കേസസ് ആണെങ്കിൽ എന്താണ് അവിടെ അഡ്മിറ്റ് ചെയ്യും അല്ലെ. ടെസ്റ്റ് റിസൾട്ടിൽ എന്തെങ്കിലും ഇൻ കേസ് പ്രോബ്ലംസ് കാണിക്കുകയാണെങ്കിൽ അവിടെ അഡ്മിറ്റ് ചെയ്യും. അല്ലെങ്കിൽ എന്താണ് ചിലപ്പോൾ അതർ ഫെസിലിറ്റിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. അല്ലെങ്കിൽ സ്റ്റേബിൾ ആയിട്ടുള്ള പേഷ്യൻസ് ആണെങ്കിൽ എന്ത് ചെയ്യും? ചിലപ്പോൾ വീട്ടിൽ ഫോളോ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ മെഡിക്കേഷൻസ് മാത്രം എഴുതി കൊടുത്തതിന് ശേഷം എന്താണ് പേഷ്യന്റിനെ ഹോസ്പിറ്റലിൽ നിന്ന് വിട്ടായിരിക്കും. ഓക്കെ, അപ്പൊ റീവാലുവേഷൻ എന്ന പ്രോസസ്സ് കഴിഞ്ഞു അല്ലെ. റീവാലുവേഷൻ കഴിഞ്ഞ് ഡോക്ടർ ചെക്ക് ചെയ്തതിന് ശേഷമാണ് എന്ത് കൊടുക്കുന്നത്? ഡിസ്ചാർജ് ചെയ്യുന്നത് അല്ലെ. അങ്ങനെ പെട്ടെന്ന് ഡിസ്ചാർജ് ചെയ്യാൻ പറ്റുമോ പേഷ്യന്റിനെ? ഇല്ല അല്ലെ. ബേസ്ഡ് ഓൺ ട്രീറ്റ്മെന്റ് പേഷ്യന്റ് ടു ബി റിമൂവ്ഡ് ആഫ്റ്റർ സ്റ്റെബിലൈസേഷൻ. പേഷ്യന്റ് സ്റ്റേബിൾ ആവാതെ പേഷ്യന്റിനെ നമ്മൾ കാഷ്വാലിറ്റിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യില്ല അല്ലെ. ഓക്കെ, then all patients receive written home care instruction to follow when discharged. ഇനി എല്ലാ പേഷ്യൻസിനും എന്താണ് ഹോം കെയർ ഇൻസ്ട്രക്ഷൻസ് പ്രൊവൈഡ് ചെയ്യാറുണ്ട് ഡോക്ടേഴ്സ്. എന്താണ് ഹോം കെയർ ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്നത്? ഹോം കെയർ ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? മെഡിസിൻസ് മാത്രമാണോ ഹോം കെയർ ഇൻസ്ട്രക്ഷൻസ്? എന്നൊക്കെ പറയാം. റെസ്റ്റ് പറയും, പ്രോപ്പർ ആയിട്ടുള്ള ഡയറ്റ് പറയും, എക്സസൈസ് പറയും അല്ലെ. അങ്ങനെ വീട്ടിൽ ഫോളോ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ ഡിസ്ക്രൈബ് ഡൂസ് ആൻഡ് ഡോസ് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുക അല്ലെ. ഓക്കെ, അപ്പൊ ഹോം കെയർ ഇൻസ്ട്രക്ഷൻസ് എന്താണ്? കൃത്യമായിട്ട് പേഷ്യൻസ് പാലിക്കേണ്ടതാണ്. ഓക്കെ,
ഇനി അല്ലാതെ ഇനി ഇത് നോർമൽ പേഷ്യൻസിന്റെ കാര്യമാണ്. ഇനി അല്ലാതെ ചില പേഷ്യൻസിനെ നമ്മൾ എന്ത് ചെയ്യും, റെഫർ ചെയ്യും അല്ലെ, മറ്റ് ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് നമ്മൾ പേഷ്യന്റിനെ റെഫർ ചെയ്യുന്നത്, അല്ലെങ്കിൽ പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുന്നത് ഏതൊക്കെ സിറ്റുവേഷൻസിലാണ്, ഏതൊക്കെ സിറ്റുവേഷൻസിലാണ്? എമർജൻസി സിറ്റുവേഷൻസ് ചെയ്യാറുണ്ട്. പിന്നെ അത് ബേസ്ഡ് ഓൺ ഫെസിലിറ്റി എന്നാണ് അല്ലെ. ചിലപ്പോൾ ആ ഒരു ഹോസ്പിറ്റലിൽ ആ പേഷ്യന്റിനെ ചികിത്സിക്കാനുള്ള ഫെസിലിറ്റീസ് കുറവായിരുന്ന ചിലപ്പോൾ എന്തായാലും നമ്മൾ മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും അല്ലെ. അല്ലെങ്കിൽ എന്താണ് ആ ഒരു ഡിപ്പാർട്ട്മെന്റ് ആ ഹോസ്പിറ്റലിനകത്ത് ഇല്ലാത്തതിനാൽ എന്താണ് മറ്റു ഹോസ്പിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഇനി ചിലപ്പോൾ പേഷ്യൻസിന്റെ ഫാമിലി മെമ്പേഴ്സിന്റെ നിർദ്ദേശപ്രകാരം അത് ഈ ഫാമിലിക്ക് നിർബന്ധമായിട്ട് വേറെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം എന്ന് പറഞ്ഞാൽ എന്താണ് അങ്ങനെയും ട്രാൻസ്ഫേഴ്സ് ചെയ്യാറുണ്ട്. ഓക്കെ, യെസ്. അപ്പൊ പല രീതിയിൽ അതെല്ലാം തന്നെ എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതെല്ലാം പേഷ്യന്റിന്റെ കണ്ടീഷൻ ഡിപ്പെൻഡ് ചെയ്തിട്ട് മാത്രമാണ് നമ്മൾ പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഓക്കെ, യെസ്. അപ്പോ ഒരു എമർജൻസി ഡിപ്പാർട്ട്മെന്റിന്റെ പേഷ്യന്റ് ഫ്ലോ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് പേഷ്യൻസ് വരുന്ന സമയത്ത് അവസാനം വരെ അത് ഡിസ്ചാർജ് ചെയ്യുന്നത് വരെയുള്ള പ്രോസസ് എങ്ങനെയാണെന്നാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, ഒന്നുകൂടി ടീച്ചർ ഒന്ന് പറയുകയാണോ, ഒന്ന് ശ്രദ്ധിക്കണം. ഫസ്റ്റ് വൺ എന്താണ്, ട്രയേജ് ആണ് അല്ലെ. സിമ്പിൾ ആയിട്ടൊന്ന് പറഞ്ഞുകൊണ്ടാണ്. ട്രയേജ് എന്ന് പറഞ്ഞാൽ എന്താണ്, പേഷ്യൻസിനെ സോർട്ട് ഔട്ട് ചെയ്യുന്ന പ്രക്രിയയാണ് അല്ലെ. ഗുരുതരാവത്തുള്ള പേഷ്യൻസിന് നമ്മൾ പ്രയോറിറ്റി അനുസരിച്ച് ശേഷം സോർട്ട് ഔട്ട് ചെയ്യുന്ന, ഡിവൈഡ് ചെയ്യുന്ന ഒരു പ്രോസസ് ആണ് ട്രയേജ് എന്ന് പറയുന്നത്. ട്രയേജിന് ശേഷമാണ് എന്ത് വരുന്നത്, പേഷ്യൻസിന് റിസപ്ഷൻ ഏരിയാസിലേക്ക്, പേഷ്യൻസിന്റെ ഡീറ്റെയിൽസ് എല്ലാം എന്താണ് തൊട്ടടുത്ത റിസപ്ഷൻ ഏരിയാസിലേക്ക് ഒരു ക്ലിനിക്കൽ സ്റ്റാഫ് വന്നതെല്ലാം തന്നെ റെക്കോർഡ് ചെയ്യുന്നു. ഇതൊരു ന്യൂ മെഡിക്കൽ റെക്കോർഡ് എടുക്കാത്ത പക്ഷം പഴയ റെക്കോർഡ്സ് ഉണ്ടെങ്കിൽ എന്താണ് അതിലായിരിക്കും പേഷ്യൻസിന്റെ ഡീറ്റെയിൽസുകൾ റെക്കോർഡ് ചെയ്യുന്നത്. ദെൻ അതിനുശേഷം ട്രീറ്റ്മെന്റ് തുടങ്ങുന്നു. ഇവിടെ എല്ലാം തന്നെ പേഷ്യന്റിന്റെ കണ്ടീഷൻ അനുസരിച്ചിട്ടാണ് നമ്മൾ ട്രീറ്റ്മെന്റ് ആരംഭിക്കുന്നത്. ഓക്കെ, മെഡിക്കൽ ഇമാജിൻ വേണമെങ്കിൽ അത്, ടെസ്റ്റുകൾ ചെയ്യണമെങ്കിൽ അതെല്ലാം തന്നെ പേഷ്യൻസിന്റെ കണ്ടീഷൻ ഡിപ്പെൻഡ് ചെയ്തതിനു ശേഷമാണ് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ദെൻ ട്രീറ്റ്മെന്റ് കൊടുത്തതിന് ശേഷം കുറച്ച് സമയങ്ങൾക്ക് ശേഷം എന്താണ് റീവാലുവേഷൻ അല്ലെ. എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ഫിസിഷ്യൻ ആയിരിക്കുള്ളൂ റീവാലുവേഷൻ ചെയ്യുന്നത്. ഓക്കെ, ഇവാലുവേഷൻ ചെയ്ത് ബ്ലഡ് റിസൾട്ട് എല്ലാം നോക്കിയതിനു ശേഷം എന്താണ് പിന്നെ ആവശ്യമുള്ള ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹം നിർദ്ദേശിക്കുന്നത്. ഡിസ്ചാർജ് പ്രോസസ്സ് ലാസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, ഡിസ്ചാർജ് ആണ്. പേഷ്യന്റ് സ്റ്റേബിൾ ആയതിനു ശേഷം മാത്രമായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസ്ചാർജ് കൊടുക്കുന്നത്. ഇനി ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് എന്താണ് ഹോം കെയർ ഇൻസ്ട്രക്ഷൻസുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി ചില പേഷ്യൻസിന് എന്താണ് മറ്റു ഹോസ്പിറ്റലിലേക്കാൾ കുറച്ചുകൂടി കണ്ടിന്യൂറ്റി ഓഫ് കെയർ നന്നായിട്ട് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് എന്താണ് ചിലപ്പോൾ ഫെസിലിറ്റീസ് കൂടുതലുള്ള ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്യാം. അപ്പൊ പല കാരണങ്ങൾ കൊണ്ട് എന്താണ് പേഷ്യൻസിനെ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാറുണ്ട്. ഓക്കെ, പേഷ്യന്റ് സ്റ്റേബിൾ ആയതിനു ശേഷം മാത്രമേ ഡോക്ടർ ഡിസ്ചാർജ് അനുവദിക്കുന്നുള്ളൂ. അപ്പൊ ഇങ്ങനെയാണ് ഒരു എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ പേഷ്യന്റ് ഫ്ലോ വരുന്നത്. മനസ്സിലായോ നിങ്ങൾക്ക്? നമ്മൾ എന്തെങ്കിലും ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് റിയൽ ആയിട്ട് നമ്മൾ ഇതൊന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി എളുപ്പമായിട്ട് പഠിക്കാൻ പറ്റും. റിയൽ സിറ്റുവേഷൻസിൽ നമ്മളിപ്പോ എങ്ങനെയാണ് കാഷ്വാലിറ്റി പോകുന്നത്, തിരിച്ചു വരുന്നത്, അല്ലെങ്കിൽ അവിടെ പ്രൊസീജിയർ ആണ്, അങ്ങനെ ആലോചിച്ച് പഠിക്കുമ്പോൾ കുറച്ചുകൂടി നിങ്ങൾക്ക് കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റും. ഓക്കെ, ക്ലിയർ ആണോ പേഷ്യന്റ് ഫ്ലോ? ഇനി ഇതിന്റെ ഒരു ക്വസ്റ്റ്യൻ വരുന്ന ഒരു മോഡൽ ടീച്ചർ പറഞ്ഞുതരാം. ഈ പേഷ്യന്റ് ഫ്ലോ കൊടുത്തിട്ട് ഐഡന്റിഫൈ ചെയ്ത പേഷ്യന്റ് ഫ്ലോ എന്ന് കൊടുത്തിട്ട് ചിലപ്പോ ഈ ഓർഡർ തെറ്റിച്ചു തരാം. ഓർഡർ തെറ്റിച്ച് തന്നായിരിക്കും. ഇപ്പൊ ഫസ്റ്റ് ഓപ്ഷനിൽ എന്തായിരിക്കും, ട്രീറ്റ്മെന്റ്, റിവാലുവേഷൻ, റിസപ്ഷൻ, ട്രയേജ്, ഡിസ്ചാർജ്. അതാണ് എ എന്ന ഓപ്ഷനില്. ബി എന്ന ഓപ്ഷനിൽ എന്തായിരിക്കും, ട്രയേജ്, റിസപ്ഷൻ, ട്രീറ്റ്മെന്റ്, റിവാലുവേഷൻ, ഡിസ്ചാർജ്. ദെൻ സി എന്ന് പറയുന്നത് ബോത്ത് എ ആൻഡ് ബി എന്നായിരിക്കും ചിലപ്പോൾ ആൻസർ. ദെൻ ഫോർത്ത് വൺ ഡി എന്ന് പറയുന്നത് എന്താണ്, നൺ ഓഫ് ദി എബോവ് എന്നായിരിക്കും ആൻസർ. നിങ്ങൾ ഏത് ആൻസർ ആയിരിക്കും കറക്റ്റ് ചെയ്യുന്നത്? ഏതാണ്? ഓപ്ഷൻ ബി ആണ് അല്ലെ. അപ്പൊ എന്താണ് ഇപ്പൊ കാര്യം മനസ്സിലാവും, ഇത് ഓർഡറിൽ തന്നെ പഠിക്കണം. ഓക്കെ, ട്രയേജ് കഴിഞ്ഞാൽ റിസപ്ഷൻ, റിസപ്ഷൻ കഴിഞ്ഞാൽ ട്രീറ്റ്മെന്റ്, റിവാലുവേഷൻ, ഡിസ്ചാർജ്. ആ ഓർഡർ തെറ്റാതെ പഠിക്കണം കേട്ടോ. ഓക്കെ, അതിന്റെ ഉള്ളിലുള്ള കാര്യങ്ങളൊന്നും നോക്കണ്ട, ഈ ഓർഡർ ഒന്ന് പഠിച്ചു വെച്ചാൽ മതി. നോക്കണ്ടെന്നല്ല, അറിഞ്ഞിരിക്കുക, എങ്കിലും ഈ ഓർഡർ തെറ്റാതെ ഓർത്തിരിക്കുക. ക്ലിയർ ആണോ? ടീച്ചർ പറഞ്ഞു തന്നത് മനസ്സിലാവണുണ്ടോ? ഓക്കെ, ശരി. നമുക്ക് നെക്സ്റ്റ് നോക്കാം, എമർജൻസി ഡിപ്പാർട്ട്മെന്റ് വർക്ക് ഫോഴ്സ്.
എമർജൻസി ഡിപ്പാർട്ട്മെന്റ് വർക്ക് ഫോഴ്സ്. എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്നത് ആരൊക്കെയാണ്, ആ ഒരു വർക്ക് ഫോഴ്സ് ടീം മെമ്പേഴ്സ് ആരൊക്കെയാണെന്നാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ അഥവാ CMO, കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ. CMO എന്ന് ടെക്സ്റ്റ് ഉള്ളവരാണെങ്കിൽ ഒന്ന് ബ്രാക്കറ്റ് ചെയ്തിട്ടേക്ക് കേട്ടോ. എക്സാമിന് നമ്മൾ ചോദിക്കാറുണ്ട്, എക്സ്പാൻഷൻ ഓഫ് CMO എന്നൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. ആരാണ്? കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ ആണ് ആര്? CMO. അതാണ് നമ്മുടെ ED ഡിപ്പാർട്ട്മെന്റിനെ കംപ്ലീറ്റ് സൂപ്പർവൈസ് ചെയ്യുന്നത് ആരാണ്? കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ ആയിരിക്കുള്ളൂ. എമർജൻസി ഡിപ്പാർട്ട്മെന്റിനെ കംപ്ലീറ്റ് ആയിട്ട് സൂപ്പർവൈസ് ചെയ്യുന്നത്. മാത്രമല്ല ഏറ്റവും ടോപ്പ് പൊസിഷൻ കൈകാര്യം ചെയ്യുന്നതുമാണ് ആര്? CMO എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ? Yes. Then consultants should be available. Consultants should be available. ആരാണ് കൺസൾട്ടൻസ് എന്ന് ഉദ്ദേശിക്കുന്നത്? കൺസൾട്ടൻസ് ആരാണ്? നമ്മൾ നേരത്തെ പറഞ്ഞു. ആരാണ് കൺസൾട്ടൻസ്? ക്വാളിഫൈഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ആണ് അല്ലെ? ക്വാളിഫൈഡ് ആയിട്ടുള്ള സ്കിൽഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് എമർജൻസി വർക്ക് ഫോഴ്സിൽ അവൈലബിൾ ആയിരിക്കും. ഓക്കെ, കൺസൾട്ടൻസ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഡോക്ടേഴ്സ് ആണ്. സ്കിൽഡ് ആയിട്ടുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ആണ്. ഓക്കെ, അങ്ങനെ ഒരു വർക്ക് ടീം അവിടെ ഉണ്ടായിരിക്കും. Then RN with trained EMT at the triage section. RN with the trained EMT at the triage section. RN എന്ന് പറയുന്നത് രജിസ്ട്രേഡ് നേഴ്സ് ആണ് കേട്ടോ. രജിസ്ട്രേഡ് നേഴ്സ് ആണ് RN. നോട്ട് ചെയ്യാം കേട്ടോ, രജിസ്ട്രേഡ് നേഴ്സ്. അത് PG ക്വാളിഫിക്കേഷൻസ്, PG ഒക്കെ കഴിഞ്ഞ ക്വാളിഫിക്കേഷൻസ് ഉള്ളവരായിരിക്കും ആര്? രജിസ്റ്റേർഡ് നഴ്സുകൾ എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. അവരുടെ കൂടെ തന്നെ ആരുണ്ടായിരിക്കും? EMT ആയിട്ട് ട്രയേജ് സെക്ഷൻ. ട്രയേജ് സെക്ഷൻ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻസ് ഉണ്ടായിരിക്കും. എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻസ്. EMT എന്ന് പറയുന്നത് എന്താണ്? എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻസ്. നമ്മൾ പഠിച്ചില്ലേ, ട്രയേജ് സെക്ഷൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ക്രിട്ടിക്കൽ സിറ്റുവേഷൻസ് ഉള്ള പേഷ്യൻസ് ഉണ്ടാവും, അല്ലാത്തവരുണ്ട്. അപ്പൊ ക്രിട്ടിക്കൽ സിറ്റുവേഷൻസിലെ പേഷ്യൻസിനെ കൈകാര്യം ചെയ്യണമെങ്കിൽ എഫിഷ്യന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ വൈഡ് റേഞ്ച് ഓഫ് എമർജൻസി സ്കിൽസ് ഉള്ള ടെക്നീഷ്യൻസിന് മാത്രമേ അത് കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് തന്നെയാണ് എന്ത് രജിസ്റ്റേർഡ് നഴ്സും അല്ലെങ്കിൽ ട്രയേജ് സെക്ഷൻ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊരു എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻസും എമർജൻസി ഡിപ്പാർട്ട്മെന്റ് വർക്ക് ഫോഴ്സിലെ അല്ലെങ്കിൽ ഒരു മെമ്പേഴ്സ് ആയിട്ട് നിലകൊള്ളുന്നത്. ഓക്കെ, ക്ലിയർ? EMT ക്ലിയർ ആണോ? RN ക്ലിയർ ആണോ? ഓക്കെ, ശരി. നെക്സ്റ്റ് സ്കിൽഡ് നഴ്സിംഗ് ടീം. സ്കിൽഡ് നഴ്സിംഗ് ടീം അങ്ങനെയാണ്. സ്കിൽഡ് ആയിട്ടുള്ള ഒരു നഴ്സിംഗ് ടീം തന്നെ കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടായിരിക്കും. ഓക്കെ, സ്കിൽഡ് ആയിട്ടുള്ള നഴ്സിംഗ് ടീംസ് ഉണ്ടായിരിക്കും. Then diagnostic technicians. Diagnostic technicians. ആരാണ് diagnostic technicians എന്ന് പറയുന്നത്? X-ray, ECG, MRI ഒക്കെ എടുക്കുന്നവരെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡയഗ്നോസ്റ്റിക് ടെക്നീഷ്യൻസ് എന്ന് പറയുന്നത് കേട്ടോ. ആരൊക്കെയാണ് ഡയഗ്നോസ്റ്റിക് ടെക്നീഷ്യൻസ് എന്ന് പറയുന്നത്? ECG, MRI, X-ray മുതലായ ഡയഗ്നോസ്റ്റിക് പ്രൊസീജിയേഴ്സ് ഒക്കെ എടുക്കുന്നതിനുള്ള ടെക്നീഷ്യൻസ് ആണ് ആരാ? ഡയഗ്നോസ്റ്റിക് ടെക്നീഷ്യൻസ് എന്ന് പറയുന്നത്. പിന്നെ പേഷ്യന്റ് കെയർ അസിസ്റ്റന്റ് ആണ് എക്സിക്യൂട്ടീവ്. ആരാണ്? പേഷ്യന്റ് കെയർ അസിസ്റ്റന്റ് ആണ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത്. അല്ലെ, പേഷ്യൻസിനെ കെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പേഷ്യന്റ് കെയർ അസിസ്റ്റൻസുകളും എക്സിക്യൂട്ടീവ്സുകളും എമർജൻസി ഡിപ്പാർട്ട്മെന്റ് വർക്ക് ഫോഴ്സിൽ ഉൾപ്പെടുന്നതാണ്. ഓക്കെ, യെസ്. ആരൊക്കെയാണ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് വർക്ക് ഫോഴ്സസ് എന്ന് പറയുന്നത്? ഒന്ന് കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ അഥവാ CMO. ദെൻ കൺസൾട്ടൻസ്. കൺസൾട്ടൻസ് എന്ന് പറയുന്നത് ക്വാളിഫൈഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ആണ് അല്ലെ, അത് അവൈലബിൾ ആയിരിക്കും. ദെൻ രജിസ്റ്റേർഡ് നഴ്സും എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻസും ട്രയൽ സെക്ഷൻസിലും ഉണ്ടായിരിക്കും. പിന്നെ സ്കിൽഡ് ആയിട്ടുള്ള ഒരു നഴ്സിംഗ് ടീം ഉണ്ടായിരിക്കും. ഡയഗ്നോസ്റ്റിക് ടെക്നീഷ്യൻസ് ഉണ്ടായിരിക്കും. പേഷ്യന്റ് കെയർ അസിസ്റ്റൻസ് ആൻഡ് എക്സിക്യൂട്ടീവ് എക്സെട്ര. ഓക്കെ, മനസ്സിലായോ എമർജൻസി വർക്ക് ഫോഴ്സ് ടീം ആരൊക്കെയാണെന്ന്?
നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സില് 100-101 പേരൊക്കെ ഉണ്ടായിരുന്നില്ലേ? 100 പേരിന് മേലെ ഉണ്ടായിരുന്നു. നോക്കി സ്ട്രെങ്ത് നോക്കി നിങ്ങൾക്ക് കാണാൻ പറ്റും. സ്ട്രെങ്ത് ക്ലാസ്സിൽ എത്ര പേരുണ്ടെന്ന്? 88. ഓക്കെ, 87. ഇതിങ്ങനെ ഇനി കുറഞ്ഞു പോകരുത് കേട്ടോ. ചിലർക്ക് ചിലപ്പോൾ ചില കാരണങ്ങൾ കൊണ്ടാവാം, അല്ലെങ്കിൽ മാക്സിമം ക്ലാസ് കയറാൻ നോക്കുക. ഓക്കെ, നമുക്ക് അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫുകൾ ആരൊക്കെയാന്ന് നോക്കാം. അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫുകൾ ആരൊക്കെയാണ്? മെഡിക്കൽ റെക്കോർഡ് ക്ലർക്ക്, രജിസ്ട്രേഷൻ ക്ലർക്ക് ആൻഡ് അഡ്മിഷൻ ക്ലർക്ക് എന്നാണ് കേട്ടോ. ആൻഡ് അഡ്മിഷൻ ക്ലർക്ക് എന്നാണ്. ഇവിടെ എച്ച് എന്നാണ് കിടക്കുന്നത്. നിങ്ങൾ ആൻഡ് ആക്കാം. ടെക്സ്റ്റിൽ ഒന്ന് കറക്റ്റ് ചെയ്യണേ. അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫുകളായിട്ട് വർക്ക് ചെയ്യുന്ന ആരൊക്കെയാണ്? ഒന്ന് മെഡിക്കൽ റെക്കോർഡ് ക്ലർക്ക് ഉണ്ടായിരിക്കും, രജിസ്ട്രേഷൻ ക്ലർക്ക് ഉണ്ടായിരിക്കും, അഡ്മിഷൻ ക്ലർക്ക് ഉണ്ടായിരിക്കും. ഓക്കെ, ഒരു 3 പേരായിരിക്കും അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയാസിൽ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് പറയട്ടെ. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് റെക്കോർഡ്സുകളാണ്. എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ ഉപയോഗിക്കുന്ന റെക്കോർഡ്സുകൾ ഏതൊക്കെയാണെന്നാണ്. ഓക്കെ, patient record, casualty register, observation and follow-up record, referral record, treatment record, minor OT records, incident report forms and register, attendance register for all categories of staff, register of duty doctors, specialists, etc. പിന്നെ എന്തൊക്കെയാണ്? ഓൾ ഡോക്യുമെന്റ്സ്, MLC റെക്കോർഡ്, മെഡിക്കോ ലീഗൽ കേസസ്, പോലീസ് ഇന്റിമേഷൻ ബുക്ക്. നമുക്ക് ഓരോന്നായി നോക്കാം. ഫസ്റ്റ് എന്താണ് വരുന്നത്? പേഷ്യന്റ് റെക്കോർഡ്സ് ആണ് അല്ലെ. പേഷ്യൻസിന്റെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ റെക്കോർഡ് ചെയ്ത് വെക്കുന്നുണ്ട്. അതിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടായിരിക്കും പേഷ്യന്റ് റെക്കോർഡ്സില്? പേഷ്യന്റ് റെക്കോർഡിൽ എന്തെല്ലാം ഉണ്ടായിരിക്കും? പറയൂ. പേര്, ഏജ്, അഡ്രസ്, ഹിസ്റ്ററി. ഓക്കെ, ഒരു പേഷ്യൻസുമായി ബന്ധപ്പെട്ട് വന്ന എല്ലാ കാര്യങ്ങളും പേഷ്യൻസിന്റെ മെഡിക്കൽ നമ്പേഴ്സ്, പാർട്ടി നമ്പേഴ്സ് വരെ അതിൽ ആഡ് ചെയ്തിട്ടുണ്ടാകും. മെഡിക്കൽ ഹിസ്റ്ററി തുടങ്ങിയ എല്ലാ കാര്യങ്ങളും തന്നെ എന്തിലുണ്ടാവും? പേഷ്യന്റ് റെക്കോർഡ്സിൽ ഉണ്ടായിരിക്കും. കാഷ്വാലിറ്റി ഡെത്ത് രജിസ്റ്റർ, ഹെൽത്ത് കണ്ടീഷൻ ഉണ്ടായിരിക്കും. ഓക്കെ, കാഷ്വാലിറ്റി ഡെത്ത് രജിസ്റ്റർ, കാഷ്വാലിറ്റി ഡെത്ത് രജിസ്റ്റർ. കാഷ്വാലിറ്റിയിൽ വരുന്ന ഏതെങ്കിലും തരത്തിലുള്ള മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിനാണെങ്കിൽ രജിസ്റ്റർ ചെയ്യുന്നതിനായിട്ട് എന്താണ്? കാഷ്വാലിറ്റി ഡെത്ത് രജിസ്റ്റേഴ്സ് ഉണ്ടായിരിക്കുന്നതാണ്. ഓക്കെ, യെസ്. ഒബ്സർവേഷൻ ആൻഡ് ഫോളോ അപ്പ് റെക്കോർഡ്. ഒബ്സർവേഷൻ ആൻഡ് ഫോളോ അപ്പ് റെക്കോർഡ്. പേഷ്യന്റ് ട്രീറ്റ്മെന്റ് വന്നതിന് ശേഷം പേഷ്യൻസുമായി ബന്ധപ്പെട്ട കാര്യം, പേഷ്യൻസിനെ ഒബ്സർവ് ചെയ്യുന്നത്, അതിന് ഫോളോ ചെയ്യുന്ന കാര്യങ്ങളുമായിട്ട് അതൊക്കെ രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് എന്താണ്? ഒബ്സർവേഷൻ ആൻഡ് ഫോളോ അപ്പ് റെക്കോർഡ് ഉണ്ടായിരിക്കും. റെഫറൽ റെക്കോർഡ്. എന്താണ് റെഫറൽ റെക്കോർഡ്? ഒരു ഹോസ്പിറ്റലിൽ നിന്ന് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതിനുള്ള റെഫറൽ ഫോം ഇല്ലാതെ നമുക്ക് പേഷ്യന്റിനെ കൊണ്ടുപോകാനായിട്ട് സാധിക്കില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു റെഫറൽ റെക്കോർഡ്സ് ഉണ്ടായിരിക്കും. ഏത് ഹോസ്പിറ്റലിലേക്കാണ്, ഏത് സമയത്താണ് പേഷ്യൻസിനെ കൊണ്ടുപോകുന്നത്, എന്ത് ഫെസിലിറ്റിക്ക് വേണ്ടിയിട്ടാണ് കൊണ്ടുപോകുന്ന കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു റെഫറൽ റെക്കോർഡ് ഉണ്ടായിരിക്കും. ഓക്കെ, ട്രീറ്റ്മെന്റ് റെക്കോർഡ്. ട്രീറ്റ്മെന്റ് റെക്കോർഡ് അറിയാലോ. ട്രീറ്റ്മെന്റ് റെക്കോർഡുള്ള പേഷ്യൻസിന്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും ട്രീറ്റ്മെന്റ് റെക്കോർഡ്സിൽ ഉൾപ്പെടുത്തുന്നത്. മൈനർ OT റെക്കോർഡ്സ്. മൈനർ OT റെക്കോർഡ്സ്. OT എന്താണ്? OP അല്ല, OT. ഓപ്പറേഷൻ തിയേറ്റർ കേട്ടോ. ഓപ്പറേഷൻ തിയേറ്റർ ആണ് OT. അപ്പോ ചെറിയ സർജറീസുമായി ബന്ധപ്പെട്ട OTയിലെ മൈനർ റെക്കോർഡ്സുകളും എവിടെ ഉണ്ടായിരിക്കും? കാഷ്വാലിറ്റിയിൽ ഉണ്ടായിരിക്കും കേട്ടോ. ഓക്കെ,
Then incident report forms are registered. Incident report forms are registered. Incident report forms are registers. എന്താണത്? ഒരു ആക്സിഡന്റ് ആയിട്ട് വരുന്ന പേഷ്യന്റ് ആണെങ്കിൽ അല്ലെ, അതാണ് ഇൻസിഡന്റ് എന്ന് പറയുന്നത്. എപ്പോഴാണ് സംഭവിച്ചത്, എവിടെ വെച്ചിട്ടാണ്, എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്തുണ്ടായിരിക്കും? ഇൻസിഡന്റ് റിപ്പോർട്ട് ഫോംസ് ഉണ്ടായിരിക്കും, രജിസ്റ്റേഴ്സോ കാഷ്വാലിറ്റി ഉണ്ടായിരിക്കും. ഓക്കെ, അത് എല്ലാ കാര്യങ്ങളും ഏത് സ്ഥലത്താണ്, ഏത് ഡിസ്ട്രിക്റ്റ് ആണ്, ഏത് ടൈം ആണ്, എപ്പോഴാണ്, അല്ലെങ്കിൽ ഏത് വാഹനങ്ങളാണ് എന്നുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസും എന്തിലുണ്ടായിരിക്കണം? ഇൻസിഡന്റ് റിപ്പോർട്ട്സ് ഫോംസിൽ നമ്മൾ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. ഓക്കെ, then attendance registers of all categories of staff. Attendance registers of all categories of staff. ഈ ഡിപ്പാർട്ട്മെന്റ്സിൽ വർക്ക് ചെയ്യുന്ന എല്ലാ സ്റ്റാഫുകൾക്കും അല്ലെ, എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള അറ്റൻഡൻസ് രജിസ്റ്റേഴ്സ് റെക്കോർഡ്സുകൾ ഉണ്ടായിരിക്കുന്നതാണ്. Then register of duty doctors, specialists, etc. Duty doctors-ന് സ്പെഷ്യലിസ്റ്റിന് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ടുള്ള രജിസ്റ്റേഴ്സ് റെക്കോർഡ്സുകൾ ഉണ്ടായിരിക്കും. ഓക്കെ, ഡ്യൂട്ടി ഡോക്ടേഴ്സിന് സ്പെഷ്യലിസ്റ്റിന് മാത്രമായിട്ട് രജിസ്റ്റേഴ്സുകൾ ഉണ്ടായിരിക്കും. Then all documents, example, admission card, case sheet, drug charts, death certificate forms. ഇനി എല്ലാ ഡോക്യുമെന്റ്സുകളും എവിടെ ഉണ്ടായിരിക്കും? കാഷ്വാലിറ്റിയിൽ സൂക്ഷിച്ചിട്ടുണ്ടായിരിക്കും അല്ലെ. അതായത് എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് എക്സാമ്പിൾ പറയുന്നത്? അഡ്മിഷൻ കാർഡ് ഉണ്ടായിരിക്കും, കേസ് ഷീറ്റ് ഉണ്ടായിരിക്കും, ഡ്രഗ് ചാർട്ട്സ് ഉണ്ടായിരിക്കും, ഡെത്ത് സർട്ടിഫിക്കറ്റ് ഫോംസ്. ഇവയെല്ലാം തന്നെ എന്താണ്? ഇതിനാണ് നമ്മൾ എല്ലാ ഓൾ ഡോക്യുമെന്റ്സ് സൂചിപ്പിക്കുന്നത്. ഇതെല്ലാം തന്നെ കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റ്സിൽ ഉണ്ടായിരിക്കുന്നതാണ് കേട്ടോ. ഇവിടെ വരെ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണോ? ഒന്നുകൂടി പറയാം. ഒന്ന്, പേഷ്യന്റ് റെക്കോർഡ്സ് ഉണ്ടായിരിക്കും, കാഷ്വാലിറ്റി ഡെത്ത് രജിസ്റ്റർ ഉണ്ടാവും, ഒബ്സർവേഷൻ ആൻഡ് ഫോളോ അപ്പ് റെക്കോർഡ് ഉണ്ടായിരിക്കും, റെഫറൽ റെക്കോർഡ് ഉണ്ടാവും, ട്രീറ്റ്മെന്റ് റെക്കോർഡ് ഉണ്ടാകും, മൈനർ OT റെക്കോർഡ്സ്, ഇൻസിഡന്റ് റിപ്പോർട്ട് ഫോംസ് ആൻഡ് രജിസ്റ്റേഴ്സ്, ഓൾ കാറ്റഗറി സ്റ്റാഫ്സിന്റെ രജിസ്റ്റേഴ്സ്, ഡ്യൂട്ടി ഡോക്ടേഴ്സിന് സ്പെഷ്യലിസ്റ്റിന് വേണ്ടിയിട്ടുള്ള സെപ്പറേറ്റ് ആയിട്ടുള്ള രജിസ്റ്റേഴ്സ്. പിന്നെ എല്ലാ ഫോംസും എല്ലാ ഡോക്യുമെന്റ്സും ഉണ്ടായിരിക്കും. എന്തൊക്കെയാണ്? അഡ്മിഷൻ കാർഡ് തുടങ്ങി ഡെത്ത് സർട്ടിഫിക്കറ്റ് ഫോംസ് വരെ ഇവിടെ ആഡ് ചെയ്തിട്ട് ഉണ്ടായിരിക്കുന്നതാണ്. ഇനി നെക്സ്റ്റ് വരുന്നത് എന്താണ്? അടുത്ത റെക്കോർഡ്സ് എന്ന് പറയുന്നത് MLC റെക്കോർഡാണ്. കേട്ടിട്ടുണ്ടോ നിങ്ങൾ? MLC എന്താണ്? MLC റെക്കോർഡ്സ് എന്ന് പറയുന്നത് മെഡിക്കൽ അല്ല കേട്ടോ, ശ്രദ്ധിക്കണേ. മെഡിക്കോ ലീഗൽ കേസസ് ആണ് കേട്ടോ. മെഡിക്കോ ഓപ്ഷൻ തെറ്റിപ്പോകരുത് കേട്ടോ, ശ്രദ്ധിക്കാം. മെഡിക്കോ ആണ്, ഒരിക്കലും മെഡിക്കൽ അല്ല. യെസ്, മെഡിക്കോ ലീഗൽ കേസസിന്റെ ഷോർട്ട് ഫോം ആണ് MLC എന്ന് പറയുന്നത്. നോക്കാം. MLC record with all the diagnostic and investigation result and kept under lock and key under CMO casualty. ഇപ്പോ മെഡിക്കോ ലീഗൽ കേസസുമായി ബന്ധപ്പെട്ടത് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോ മെഡിക്കോ ലീഗൽ കേസസുമായി വന്ന എല്ലാ റെക്കോർഡ്സുകളും CMOന്റെ കീഴിലായിരിക്കും ഇതെല്ലാം തന്നെ സൂക്ഷിച്ചു വെക്കുന്നത്. ഓക്കെ, MLC റെക്കോർഡ്സുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ ഡീറ്റെയിൽസുകളും CMOന്റെ കീഴിലായിരിക്കും ഇതെല്ലാം തന്നെ ഈ റെക്കോർഡ്സുകൾ സൂക്ഷിക്കുന്നത്. ഇനി എന്തൊക്കെയാണ് ഈ മെഡിക്കോ ലീഗൽ കേസസ് എന്ന് പറയുന്നത്? ഏതൊക്കെയാണ്? ലൈക്ക് ആക്സിഡന്റ് ആൻഡ് ട്രോമ, അസാൾട്ട്, റേപ്പ്, പോയ്സണിങ്, അൺകോൺഷ്യസ് ബ്ലോട്ട് ഡെത്ത് ഷുഡ് ബി സ്റ്റാമ്പ്ഡ് ആസ് MLC. അപ്പൊ നമ്മള് മെഡിക്കോ ലീഗൽ കേസുകളായിട്ട് സ്റ്റാമ്പ് ചെയ്യുന്നത് ഏതൊക്കെ തരം കേസുകളാണ്? ഏതൊക്കെ കാറ്റഗറിയാണ് അതിൽ വരുന്നത്? ഒന്ന് ആക്സിഡന്റ്, അല്ലെങ്കിൽ ട്രോമ, അല്ലെങ്കിൽ ആക്സിഡന്റ് അപകടങ്ങളോ എന്തെങ്കിലും ആഘാതങ്ങളോ സംഭവിക്കുന്ന സമയത്ത്. അസാൾട്ട് എന്താണ്? അസാൾട്ട് എന്താണ്? എന്തെങ്കിലും തരത്തിൽ ആക്രമണങ്ങൾ സംഭവിച്ചവരുണ്ടാവാം അല്ലെ, എന്തെങ്കിലും തരത്തിൽ ആക്രമണങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവും. റേപ്പ് അല്ലെ, പീഡനങ്ങൾ അനുഭവിച്ചവരുണ്ടാവാം. അതിൽ കുട്ടികൾ വരാം, മുതിർന്നവരെല്ലാം ഏത് കാറ്റഗറീസും റേപ്സിൽ വരാം കേട്ടോ. പോയ്സണിങ് എന്താണ്? പോയ്സണിങ് എന്ന് പറയുന്നത് പോയ്സണിങ് എന്താണ്? വിഷപദാർത്ഥങ്ങൾ അല്ലെ, എന്തെങ്കിലും തരത്തിലുള്ള വിഷാംശങ്ങൾ അല്ലെങ്കിൽ അത്തരം സാധനങ്ങൾ കഴിച്ചിട്ട് എന്തെങ്കിലും ഇപ്പോ വിഷാംശമയമായിട്ടുള്ള എന്തെങ്കിലും കഴിച്ചിട്ടുള്ള പേഷ്യൻസ് ആയിരിക്കാം. ദെൻ അൺകോൺഷ്യസ് ബ്ലോട്ട് ഡെത്ത് ഷുഡ് ബി സ്റ്റാമ്പ്ഡ്. അൺകോൺഷ്യസ് ബ്ലോട്ട് ഡെത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? അൺകോൺഷ്യസ് ബ്ലോട്ട് ഡെത്ത് എന്ന് പറയുന്നത് എന്താ? എങ്ങനെയുള്ള മരണമാണത്? ഡെത്തോ? എന്തായിരിക്കും അതൊന്ന് പറയാമോ? അൺകോൺഷ്യസ് ബ്ലോട്ട് ഡെത്ത് എന്താണെന്ന് ആരെങ്കിലും അറിയാമോ?
അബോധമായത് എന്ത് കാരണമാണെന്ന് അറിയാമോ? എന്ത് റീസൺ ആണ് അങ്ങനെ വരുന്നത്? മസ്തിഷ്ക മരണമാണോ? ആലോചിച്ച് നോക്കിയേ. അറ്റാക്ക് ആണോ? പെട്ടെന്ന് പറയുന്നത് ഒന്ന് ആലോചിച്ചിട്ട് പറയൂ. നിങ്ങളിപ്പോ കുറെ കാരണങ്ങളാണ് പറയുന്നത് അല്ലേ? ആണോ? പറഞ്ഞു. നമ്മള് ചിലപ്പോ ചിലവർ മരിച്ചെടുക്കുന്നതാണ് അല്ലെ? എന്ത് കാരണമാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കില്ല അല്ലെ? എന്ത് കാരണം കൊണ്ടാണ് ആൾ മരിച്ചതെന്ന് ചിലപ്പോൾ അറിയാൻ പറ്റില്ല. ചിലപ്പോൾ കുഴഞ്ഞു വീട് മരിച്ചവരുണ്ടാവാം. ഇതേപോലെ തന്നെ എന്താണ്, ഒരു പ്രത്യേക കാരണം നമുക്ക് കണ്ടെത്താൻ സാധിക്കില്ല. അസ്വാഭാവികമായിട്ട് കാണുന്ന സിറ്റുവേഷൻസ് കാണാറില്ലേ നമ്മളാണ്. ചിലരെ അബോധാവസ്ഥയിൽ എത്തിക്കുമ്പോഴേക്കും ചിലപ്പോൾ ഹോസ്പിറ്റലിൽ എത്തുമ്പോഴും മരിക്കുന്നവരുണ്ടാവും. അതൊക്കെ എന്ത് കേസസിൽ നമ്മൾ ഉൾപ്പെടുത്താറുണ്ട്? അതായത് അസ്വാഭാവികമായത്, അതായത് ഒരാൾ അൺകോൺഷ്യസ് ആയിട്ട് എവിടെയെങ്കിലും കിടക്കുന്നത് കണ്ടു, അല്ലെങ്കിൽ ചിലപ്പോൾ വീട്ടിലായിരിക്കും, അല്ലെങ്കിൽ മറ്റെവിടെകളായിരിക്കും, ആളെ ഹോസ്പിറ്റലിൽ എത്തിച്ചു, അല്ലെങ്കിൽ അവിടെ നിന്ന് ചിലപ്പോൾ ആള് മരിച്ചു കിടക്കുകയായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ടായിരിക്കാം മരിച്ചത്. ആ കേസുകളൊക്കെ ഇതെല്ലാം തന്നെ നമ്മൾ ഏത് കാറ്റഗറിയിലാണ് ഉൾപ്പെടുത്തുന്നത്? ഏത് കാറ്റഗറിയിലാണ് ഉൾപ്പെടുന്നത്? മെഡിക്കോ ലീഗൽ കേസസ് അല്ലെ? MLC കേസസിന്റെ കാറ്റഗറിയിൽ ഉൾപ്പെടുന്നതാണ് എന്തൊക്കെയാണ്? ആക്സിഡന്റ്, ട്രോമ, അസാൾട്ട്, റേപ്പ്, പൊസിഷനിങ് ആൻഡ് അൺകോൺഷ്യസ് ബോട്ട് ഡെത്ത്. ഓക്കെ, ഇതെല്ലാം തന്നെ നമ്മൾ MLC സ്റ്റാമ്പ് ചെയ്യും അല്ലെ? MLC എന്ന് പറയുന്നത് എന്താണ്? മെഡിക്കോ ലീഗൽ കേസസുകളായിട്ട് നമ്മൾ സ്റ്റാമ്പ് ചെയ്യുന്ന കേസുകളാണ് ഇപ്പൊ പറഞ്ഞതല്ല. ഇത് മാത്രമല്ല, ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ മാത്രമേ കൊടുത്തിട്ടുള്ളൂ കേട്ടോ. ഓക്കെ, മനസ്സിലായോ MLC കേസുകൾ എന്തൊക്കെയാണെന്ന്? യെസ്. ഇനി അപ്പോ MLC റെക്കോർഡ്സുമായി ബന്ധപ്പെട്ട റെക്കോർഡ്സുകൾ PD ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടായിരിക്കും. നെക്സ്റ്റ് പറയുന്നത് എന്താണ്? പോലീസ് ഇന്റിമേഷൻ ബുക്ക്. എന്താണ് പോലീസ് ഇന്റിമേഷൻ ബുക്ക് എന്ന് പറയുന്നത്? പോലീസ് ഇന്റിമേഷൻ ബുക്ക് എന്ത് റിലേറ്റഡ് ആണ്? പോലീസ് ഇന്റിമേഷൻ ബുക്ക് എന്തുമായി റിലേറ്റഡ് ആണ്? പോലീസ് ഇന്റിമേഷൻ ബുക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ ഏതെങ്കിലും കാര്യങ്ങളുമായി ബന്ധപ്പെട്ടതാണോ? MLC-യുമായിട്ട് ബന്ധപ്പെട്ടതാണോ? MLC രജിസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ടത് തന്നെയാണ് അല്ലെ? ഓക്കെ, അതായത് ലീഗൽ ഇംപ്ലിക്കേഷൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ എന്താണ് ഇഞ്ചുറീസോ ഡെത്തോ, അല്ലെങ്കിൽ എന്താണ് എന്തെങ്കിലും ആക്സിഡന്റോ അസാൾട്ടോ സസ്പീഷ്യസ് ആയിട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് പോലീസ് ഹോസ്പിറ്റൽ പോലീസ് ഇന്റിമേഷൻ ബുക്സുകൾ കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റിൽ നമ്മൾ സൂക്ഷിക്കുന്നത്. ഓക്കെ, അതായത് ആ കേസുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ലീഗൽ ഇംപ്ലിക്കേഷൻസ് ആ കേസസിനുണ്ട് എന്നതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് പോലീസ് ഇന്റിമേഷൻ ബുക്സ് ഹോസ്പിറ്റൽസ് പ്രത്യേകിച്ച് കാഷ്വാലിറ്റിയിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോ നമ്മള് പ്രധാനമായിട്ടും PD ഡിപ്പാർട്ട്മെന്റിൽ ഉപയോഗിക്കുന്ന റെക്കോർഡ്സുകൾ ഏതൊക്കെയാണെന്നാണ് ഇപ്പൊ പഠിച്ചത്. ഓക്കെ, യെസ്. MLC റെക്കോർഡ്സ് പറഞ്ഞു. MLC എന്ന് പറയുന്നത് എന്താണ്? MLC റെക്കോർഡ്സുകൾ ആരാണ് സ്റ്റാമ്പ് ചെയ്ത് വെക്കുന്നത്? MLC റെക്കോർഡ്സുകൾ ആരുടെ കീഴിലായിരിക്കുള്ളൂ MLC റെക്കോർഡ്സുകൾ സൂക്ഷിക്കുന്നത്? CMOന്റെ കീഴിലാണ് കേട്ടോ. CMO ആണ് ഇതെല്ലാം തന്നെ സ്റ്റാമ്പ് ചെയ്ത് സൂക്ഷിക്കുന്നത്. ഓക്കെ, മെഡിക്കോ ലീഗൽ കേസസിൽ ഉൾപ്പെടുന്ന കേസുകൾ എന്തൊക്കെയാണ്? ആക്സിഡന്റ്സ്, ട്രോമ, അസാൾട്ട്, റേപ്പ്, പോയ്സണിങ്, അൺകോൺഷ്യസ് ബോട്ട് ഡെത്ത് കേസസുകൾ. ഓക്കെ, CMO ആരാണ്? കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ. കേട്ടോ, പറഞ്ഞു തന്നല്ലോ ടീച്ചർ അത് അല്ലേ? പറഞ്ഞല്ലേ CMO ആരാണെന്ന്? ഓക്കെ, റെക്കോർഡുകളെല്ലാം ക്ലിയർ ആണോ നിങ്ങൾക്ക്? ക്ലിയർ ആണ്. എന്തെങ്കിലും സംശയം ഉണ്ടോ? ഇവിടെ കുറെ ഗ്യാപ്പുള്ള സ്റ്റുഡൻസിന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടോ പറയുന്ന കാര്യങ്ങള്?
കുറെ ഗ്യാപ്പ് വന്നവരില്ലേ നമ്മുടെ ക്ലാസ്സിലെ? ശ്രദ്ധിക്കണം കേട്ടോ നിങ്ങള്. ടെക്സ്റ്റ് എല്ലാവർക്കും കിട്ടിയോ? ടെക്സ്റ്റ് ബുക്ക് എല്ലാവർക്കും കിട്ടിയോ? ഇല്ല, ഓർഡർ ചെയ്തിട്ടില്ലേ? വരും 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 കേട്ടോ. ഉള്ളവരത് നോക്കി നന്നായിട്ട് പഠിക്കാം. എടുക്കുന്ന ഭാഗങ്ങൾ അന്ന് തന്നെ വായിച്ചു പോവുക, റിവൈസ് ചെയ്ത് പോവാ കേട്ടോ. യെസ്, ചെയ്തിട്ടുണ്ട്. കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കട്ടെ. എമർജൻസി ഡിപ്പാർട്ട്മെന്റ് അതർ ഏരിയാസിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഏതൊക്കെയാണ്? അതർ ഏരിയാസില് ഞാൻ ചോദിക്കുന്ന ആള് പറഞ്ഞാൽ മതി. മെറിൻ, മെറിൻ, മെറിൻ കേൾക്കാമോ? മെറിൻ, ആര്യ അശോക്, ആര്യ. അതർ ഏരിയാസ് ഒരു 4 പറഞ്ഞിടൂ. അതർ ഏരിയാസ്: Procedure room, plaster room, pharmacy, isolation room. ഓക്കെ, ശരി, വെരി ഗുഡ്. ക്രിസ്റ്റിമോൾ ഇൻഡോ, ക്രിസ്റ്റിമോൾ. Yes, ma'am. Cleaners room, പിന്നെ clean and dirt. ഞാൻ ചോദിച്ചില്ലല്ലോ ചോദ്യം. ഞാൻ ബാലൻസ് 4 പോയിന്റ് ആയിരിക്കും പറയേണ്ടതെന്ന് വിചാരിച്ചു. ഓക്കെ. നമ്മൾ ഐസൊലേഷൻ റൂംസ് എപ്പോഴും ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് ആവശ്യം വരുന്നത്? ഐസൊലേറ്റഡ് ആയിട്ടുള്ള റൂംസ് അത് നമുക്ക് മറ്റുള്ളവർക്ക് പകരാതിരിക്കേണ്ട ഇൻഫെക്ഷൻസ്, അങ്ങനത്തെ കോവിഡ് അങ്ങനത്തെ ഓരോ രോഗങ്ങൾ വരുന്നവരെ മാറ്റി കിടത്താൻ വേണ്ടിയിട്ട്. ഓക്കെ, യെസ്, വെരി ഗുഡ്. യെസ്, നെക്സ്റ്റ്. പേഷ്യന്റ് ഫ്ലോയിലെ തേർഡ് പ്രോസസ് ഏതാണ്? പേഷ്യന്റ് ഫ്ലോയിലെ തേർഡ് പ്രോസസ്? നിഷ കെ, നിഷ. ട്രീറ്റ്മെന്റ്. ഓക്കെ, വെരി ഗുഡ്. എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ പേഷ്യൻസിനെ റീവാലുവേറ്റ് ചെയ്യുന്നത് ആരാണ്? റീവാലുവേറ്റ് ചെയ്യുന്നത് ആരാണ്? അത് ചോദിക്കുന്നതാണ് കേട്ടോ. ഹന്ന, ഷെറിൻ, ഹന്ന, ഹന്ന. ആരാണ് പേഷ്യന്റ് റീവാലുവേറ്റ് ചെയ്യുന്നത്? റീവാലുവേറ്റ് അല്ലെങ്കിൽ ചെക്ക് ചെയ്യുന്നത് ആരാണ്? CMO. അറിയില്ല. അറിയില്ല എന്നാണോ പറഞ്ഞേ? CMO. CMO ആണോ ട്രീറ്റ്മെന്റ് ചെയ്തതിനു ശേഷം പേഷ്യന്റിനെ റിവാലുവേറ്റ് ചെയ്യുന്നത്? എല്ലാട്ടോ ഹന്ന ശ്രദ്ധിക്കണേ. വേറൊരാള് പറഞ്ഞ ആൻസർ പറഞ്ഞേ. ED physician. ഓക്കെ, വെരി ഗുഡ്. The last process of patient flow ഏതാണ്? ലാസ്റ്റ് പ്രോസസ്? Discharge. Discharge. CMO stands for Surya Ganesh. CMO stand for Casualty medical officer. ഓക്കെ. ഓർക്കുന്നവരല്ലോട്ട് ഉത്തരം പറയുന്നേ. ഓക്കെ, then EMT, expansion of EMT. രാജി, രാജലക്ഷ്മി. രാജി കേൾക്കുന്നുണ്ടോ? ഇല്ല. ശരണ്യ, Emergency medical technicians. ഓക്കെ. RN ആരാണ് അപ്പോ? RN രജിസ്റ്റേർഡ്. കോൺഫിഡൻസ് ആയിട്ട് പറഞ്ഞു തന്നെയല്ലേ? ഓക്കെ. അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫുകൾ ആരൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്? അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫുകളല്ല. മേഘ, Medical records ആകട്ടെ, registration ആകട്ടെ, administration ആകട്ടെ. ഓക്കെ, വെരി ഗുഡ്. യെസ്.
Then MLC stand for Surya Ganesh. MLC stand for Medical legal cases. Getty. Medico-legal cases. Medico-legal case. യെസ് വെരി ഗുഡ്. അത് മാറിപ്പോയതുകൊണ്ട് എല്ലാവരും എക്സാമിനൊക്കെ തെറ്റിക്കാറുണ്ട്. നിങ്ങൾ നേരെ ഓപ്ഷൻ കിടന്നാൽ അത് കൊണ്ടേ തെറ്റിക്കും. മിക്ക കുട്ടികളും തെറ്റിക്കുന്നതാണ്. അത് ശ്രദ്ധിക്കണോട്ട് അതാണ്. ഓക്കെ. MLC കേസുകളായിട്ട് ഏതൊക്കെ കേസസ് റെക്കോർഡ് ചെയ്യുന്നത്? ഗിരീഷ് എന്നല്ലേ പേര്? അതെ. ഒന്ന് പറയാമോ? Accident, trauma, assault, rape, poisoning, and broad dead cases. Unconscious broad dead cases. Okay, thank you. Okay, have a nice day. Thank you. Next class in Canada. Thank you. Thank you. Thank you. Thank you, miss. Thank you, ma'am. Thank you, ma'am.